രാഹുൽ ഗാന്ധി കർണാടകയിലെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചു. തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായിട്ട് വന്നു. രാഹുൽ ഗാന്ധി തെലങ്കാനയിലെ ജനങ്ങളോട് പറഞ്ഞ ഗ്യാരണ്ടി ആദ്യത്തെ ക്യാബിനറ്റിൽ അംഗീകരിച്ചു. പറഞ്ഞത് പ്രാവർത്തികമാക്കുന്ന ഇന്ത്യയിലെ മതേതരത്വത്തിന്റെ, ജനാധിപത്യത്തിന്റെ, ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അപ്പുറത്തിരിക്കുന്നത് മോദിയാണോ BJP ആണോ എന്ന് നോക്കാതെ തന്നെ 55 മണിക്കൂർ ED നിരന്തരമായിട്ട് ചോദ്യം ചെയ്തിട്ടും ഒന്നും പതറാതെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഗാന്ധി കുടുംബത്തിൽ പിറന്ന രാഹുൽ ഗാന്ധിയാണ് കേരളത്തിൽ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ 5 ഗ്യാരണ്ടിയും 5 മാസത്തിനകം ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിശ്രമരഹിതമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഐക്യ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും ഈ ഇരിക്കുന്ന VS ജോയിയുടെ തെരഞ്ഞെടുപ്പ് അടയാളമായ കൈപ്പത്തിയിൽ വോട്ട് രേഖപ്പെടുത്തി അവസരവാദ രാഷ്ട്രീയത്തിന്റെ വാഗ്ദാനം ലംഘിക്കുന്നവനെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് പറഞ്ഞയക്കണമെന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. जिला परिषद का मेंबर बन गए। उस वक्त मैं उनके कॉलेज में जाने का मौका मिला मुझको, और उधर के जो स्टूडेंट्स थे उन लोगों ने मुझे इसरार किया, बहुत कंपल किया एक शेर उनके साथ। नो 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 साइलेंस. ये कुटी कॉलेज പഠിക്കുമ്പോൾ ഞാനിവിടെ, तो उन्होंने मुझे कहा कि एक शेर बोलिए, तो मुझे एक शेर, एक गज़ल याद आगा। अब के रात अब के साल पूनम में जब तो आएगी मिलने, हमने सोच रखा है रात यूं गुजारेंगे, धड़कने बिछा देंगे शौक तेरे कदमों में, हम निगाहों से तेरी आरती उतारेंगे. आरती मलयालത്തിലുണ്ട്. മലയാളം में भी ये शब्द है, आरती, यही शब्द. ഇതൊക്കെയാണ് സ്ഥിതി. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് സ്ഥിതിയെങ്കിലും ഇന്ത്യയിൽ നമ്മൾ കാണുന്ന, കേരളത്തിൽ കാണുന്ന സ്ഥിതി അത്ര മെച്ചല്ല. അതൊന്ന് മാറ്റണം. അത് മാറ്റാനാണ് പ്രിയപ്പെട്ട ജോയിയെ ഇത്തവണ നമ്മൾ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നത്. അതിനാണ് ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഇത്ര വലിയ ആളുകൾ, കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ പാർട്ടി, കോൺഗ്രസ് എന്ന് പറയുന്ന വലിയൊരു പാർട്ടി, അവരോടൊപ്പം നിൽക്കുന്ന, കോൺഗ്രസിനൊപ്പം നിന്ന് ശക്തി ദുർഗം പോലെ നിൽക്കുന്ന 3/4 നൂറ്റാണ്ട് പഴക്കമുള്ള മറ്റൊരു വലിയ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പാരമ്പര്യത്തിനൊക്കെ വലിയ വിലയുണ്ട്. അത് ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് മുളച്ച തുവരച്ചെടികൾക്കറിയില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. അതൊക്കെ പഴയ പ്രമാണങ്ങളാണ്. ഒരു യുദ്ധം നടക്കുകയാണ് ഇവിടെ. കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നതെങ്കിലോ. मैं सोचता हूँ इस जंग के टाइम पर अगर कांग्रेस थे हुकूमत में, शासन में, सोचने का कोई लाइसेंस की ज़रूरत नहीं. इंशाअल्लाह इंशाअल्लाह आएंगे, ज़रूर आएंगे. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ച പാർട്ടിയുടെ ഇനിയും ഭരിക്കും കോൺഗ്രസ്. ശരി പ്രിയപ്പെട്ടവരെ, അപ്പം ഞാൻ ഇന്നലെ രാത്രി ഞാൻ ഇന്ത്യയുടെ ഒരു അവസ്ഥ പറയാണ്. मैंने एक दिन पहले इलेक्शन कैंपेन से वापस आया, घर में आधी रात हो गया था. अर्धरात्रि इलेक्शन कैंपेन കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. तो उन्होंने मुझे फ़ौरन खबर मिल गया पार्लियामेंट में अचानक एक बिल आ रहा है.
कोई वार्ണിംഗ് ही नहीं, कोई നോട്ടീസ് ही नहीं. ലോക്സഭയിൽ ഒരു മുന്നറിയിപ്പില്ലാതെ ഒരു ബില്ല് വരണുണ്ട് എന്ന് മിനിഞ്ഞാന്ന് രാത്രി കേൾക്കുകയാണ്. അർദ്ധരാത്രി ഡൽഹിക്ക് പുറപ്പെട്ടു. പെട്ടെന്ന് നെടുമ്പാശ്ശേരി പോയി വിമാനം പിടിച്ചു. ഇന്നലെ രാവിലെ അവിടെ എത്തി. പാർലമെൻറ്റിൻ്റെ മുമ്പിൽ ഞങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചു. നിങ്ങളൊക്കെ ഒന്ന് പത്രത്തിലുണ്ട്. വലിയ കുഴപ്പമുണ്ടാക്കുന്ന ബില്ല് കൊണ്ടുവരിക, പെട്ടെന്ന് കുഴപ്പമുണ്ടാക്കുക, അപ്പം ചുട്ടെടുക്കുന്ന പോലെ നിയമനിർമ്മാണം നടത്തുക, ഇതൊക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ ശബ്ദത്തിന് വിലയുണ്ടായി. പാർലമെൻറ്റിൻ്റെ കാര്യപരിപാടിയിൽ ഇന്നലെ അച്ചടിച്ച് വന്നതായിരുന്നു ആ ബില്ലെടുക്കാൻ പോകേണ്ടതെന്ന്. തൽക്കാലം അവർ ബില്ല് പിൻവലിച്ചു. ആ ബില്ല് വിവാദപരമായ ബില്ല്, ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമാണ് ആ ബില്ല്. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അവർ പറ്റ മാറ്റി വെച്ചു എന്ന് നമ്മൾ വിചാരിക്കരുത്. അവരതെടുക്കും. ആ ബില്ല് മിക്കവാറും അടുത്ത സെഷനിൽ അവർ കൊണ്ടുവരും. പക്ഷെ പ്രതിപക്ഷ ശബ്ദത്തിന് മുമ്പിൽ മുട്ടുമടക്കി കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ. ഇന്നലെ രാവിലെ പാർലമെൻറ്റ് മുമ്പിൽ പ്രതിഷേധിച്ച് അവിടെ ഓടി വന്നിന്ന് ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി. നമ്മൾ ഈ ഇലക്ഷൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അപ്പോൾ കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യ ഭരിക്കുന്നതെങ്കിലോ? ഈ യുദ്ധത്തിൻ്റെ വേളയിൽ കോൺഗ്രസ് ആയിരുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിലോ? ഞാൻ പറയാം എന്താ നടക്കുകയെന്ന്. ഡോക്ടർ മൻമോഹൻ സിംഗ് ഉള്ള സമയത്ത് ഞാൻ രാജ്യസഭയിലുണ്ടായിരുന്നു. അദ്ദേഹം ഈ കേരളത്തിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പണ്ഡിതനായ, അറിവുള്ള, പക്വമതിയായ പ്രധാനമന്ത്രി, ലളിത ജീവിതമുള്ള, ഉയർന്ന ചിന്തയുള്ള പ്രധാനമന്ത്രി, ജവഹർലാൽ നെഹ്റുവിൻ്റെ ശരിയായ അനുഗാമി. അദ്ദേഹത്തെ പോലെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നെങ്കിലോ? ഞാൻ പറയാം, യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടുമായിരുന്നു. ഇന്ത്യ ചേരിചേരാ നയത്തിന് പേരുകേട്ട രാജ്യമാണ്. അപ്പം ഞങ്ങൾക്കിതിലൊക്കെ പറയാനുണ്ട്. ജോയ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഇതൊക്കെ പറയാനുണ്ട്. കേരള കാര്യങ്ങൾ പറയാനുണ്ട്, കേന്ദ്ര കാര്യങ്ങൾ പറയാനുണ്ട്. അവിടെ മുഴുവൻ ഇന്ത്യയുടെ സുഹൃത്തുക്കളാണ്. ഗൾഫിലാണ് ആ യുദ്ധം. അവിടെ ഒരു മിസൈൽ വീഴുമ്പോൾ മലയാളിയുടെ ഇടനെഞ്ചിലാണ് വീഴുന്നത്. നമ്മുടെ കുട്ടികളും മക്കളും കുടുംബമൊക്കെ അവിടെയാണ്. സാമ്പത്തികമൊക്കെ തകർന്നു പോകും ഈ രാജ്യം. നമുക്ക് ഒരുപാട് വിദേശ വരുമാനം വരുന്ന മണ്ണാണത്. ഇവിടെ ചായക്കട പൂട്ടുകയാണ്. ഞാൻ എത്രയോ സ്ഥലത്ത് നിന്ന് ആൾക്കാർ എന്നോട് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്നതിനിടയിൽ ഇന്ന് ഞാൻ രാവിലെ മണ്ണാർക്കാട് ഷംസുദ്ദീൻ്റെ പ്രചാരണത്തിൽ സംസാരിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആൾക്കാരെന്നോട് വിളിച്ചു പറയാണ്, ഇവിടെ ചായക്കട പൂട്ടി. എന്താ ചായക്കട പൂട്ടുന്നത്? പാചകവാതകം ലഭ്യമല്ല. അടിസ്ഥാന സാധനമാണല്ലേ. എന്തെങ്കിലും ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിൽ LPG ഗ്യാസ് വേണം, കിട്ടാനില്ല. ചായക്കട പൂട്ടി. ഒരു ചായക്കട പൂട്ടിയ അടുത്ത ചായക്കടയിൽ നമുക്ക് ചായ കുടിക്കാം. പക്ഷെ ആ ചായക്കടക്കാരനും അവിടെ പണിയെടുക്കുന്ന കുട്ടികളൊക്കെ കുടുംബ പട്ടിണിയാവുകയാണ്. ആരെങ്കിലും കണ്ടോ ഇതൊക്കെ പരിഹരിക്കാൻ? ഇവിടെ പരിഹരിക്കണ്ടേ? ഈ വിനീതൻ, ഈ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത ഈ എളിയവൻ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിലും ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു ഒരാഴ്ച മുമ്പ്. ഞാനന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് 3 കാര്യം പറഞ്ഞു. ഒന്ന്, നിങ്ങൾ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കണം. വ്യോമഗതാഗതത്തിൻ്റെ റൂട്ടുകൾ തുറന്നു കൊടുക്കണം. പല വ്യോമഗതാഗത റൂട്ടും അടച്ചു കിടക്കുകയാണ്. ബോർഡിംഗ് പാസ് എടുത്തിട്ട് എയർപോർട്ടിൽ വരുമ്പോൾ പറയാണ്, നിങ്ങൾ പോയിക്കോ, സീറ്റില്ല. വിമാനത്തിലെ സീറ്റ് വെട്ടിച്ചുരുക്കി. എന്തൊരു ഗതികേടാണല്ലേ നമ്മുടെ പ്രവാസികളൊക്കെ അനുഭവിക്കുന്നത്. ഇവിടെ അതായിരിക്കണം ഇബ്രാഹിം മുതൂർ 3-4 ദിവസം അവിടെ കെട്ടിക്കിടന്നു. എന്നോട് നിരന്തരം സംസാരിക്കായിരുന്നു. അവസാനം എയർ ഇന്ത്യയുടെ ആളുകളോടൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി ഒരു ദിവസം പെട്ടെന്ന് അധികം വൈകാതെ മുതൂർ കയറിയിട്ട് വിമാനത്തിന് എനിക്ക് ഫോൺ ചെയ്തപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഇന്ത്യക്കൊരു വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു. അതിനൊരു നയം വേണം, നിലപാട് വേണം, ചേരിചേരാ നയത്തിൽ വിശ്വസിക്കണം, നെഹ്റുവിൻ്റെ പാരമ്പര്യത്തെ ആദരിക്കണം. നെഹ്റുവിനെ 24 മണിക്കൂറും ആക്ഷേപിക്കുന്നവർക്ക് അത് മനസ്സിലാവില്ല. നെഹ്റു ഭരിച്ച നാടാണിത്. ചേരിചേരാ നയം, നോൺ അലൈൻമെൻറ്റ്, ഈ വാക്ക് ലോകത്തിന് കൊടുത്തത് ജവഹർലാൽ നെഹ്റുവാണ്. അതിൻ്റെ ഒക്കെ സ്ഥാനാർത്ഥിയാണ് VS ജോയ്. ഞങ്ങൾക്ക് പ്രാദേശികം പറയാനുണ്ട്, ദേശീയം പറയാനുണ്ട്. ഞങ്ങൾക്ക് ഈ രാജ്യാന്തര കാര്യങ്ങളിൽ നിലപാട് പറയാനുണ്ട്. ഞാൻ നീട്ടിപ്പരത്തി സംസാരിക്കണില്ല. രണ്ടാമത് ഞാൻ ആവശ്യപ്പെട്ടു, ഇന്ത്യ ഇടപെടണം യുദ്ധം നിർത്താൻ. ഇന്ത്യ പറഞ്ഞാൽ ലോകം ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഇന്ത്യയുടെ ഫ്രണ്ട്സാണ്. അപ്പുറം ഇപ്പുറമുള്ള രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ സുഹൃത്തുക്കളാണ്. ഇന്ത്യ ഇടപെടണം.
ഇപ്പം ഇടപെടുമോ? പക്ഷെ കോൺഗ്രസ് ആയിരുന്നു. ഇടതുപക്ഷത്തിന് എന്തായിരുന്നു പണി? ഇടതുപക്ഷം കഴിഞ്ഞ 75 കൊല്ലം ഇന്ത്യയിലെടുത്ത പണി എന്താ? കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം. കോൺഗ്രസ് ഇറങ്ങണം, ഇറക്കിയല്ലോ. എന്നിട്ട് ഇന്ത്യ എന്തായി? കോൺഗ്രസിനെ ഇറക്കാൻ പാടുപെട്ടവരൊക്കെ മറുപടി പറയണം. ലീഗിന് അതാണ് പറയാനുള്ളത്. അതാണ് ലീഗിൻ്റെ രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പിൽ അതാ പറയാറുള്ളത്. മൂന്നാമത് ഞാൻ വെച്ചൊരു നിർദ്ദേശം, ഹോർമൂസ് കടലിടുക്ക് അടച്ചത് കൊണ്ടാണ് ഗ്യാസ് കിട്ടാത്തത്. കേന്ദ്ര ഗവൺമെൻറ് പെട്ടെന്ന് ഇടപെട്ടിട്ട് ഹോർമൂസ് ഇതര മേഖലകളിൽ നിന്ന് പാചകവാതകം വാങ്ങാൻ നടപടി സ്വീകരിക്കണം. എനിക്കത് പറയാൻ കഴിഞ്ഞല്ലോ. നമുക്കത് പറയാൻ കഴിയുന്നവല്ലോ. അവർ ചെയ്തില്ലെങ്കിലും നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തയച്ച എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഈ ശബ്ദം ഈ പാർലമെൻറ്റ് സമ്മേളനത്തിലും ഈ ശബ്ദം ഈ എളിയവൻ എത്തിച്ചിട്ടുണ്ട്. ചെയ്യേണ്ടത് അവരാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ശബ്ദം നമ്മൾ മുഴക്കേണ്ടടുത്ത് മുഴക്കും. ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. കേരളത്തിലേക്ക് വന്നാൽ മുഴുവൻ സ്തംഭനാവസ്ഥയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 10 കൊല്ലത്തിനിടയിൽ ഇവിടെ വരെയുള്ള സ്കൂൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നാട്ടുകാർക്ക് മനസ്സിലാവുന്ന വല്ലതും പറ. ഒരു സ്കൂള്, 32 UP സ്കൂൾ ഒറ്റയടിക്ക് ഹൈസ്കൂളാക്കിയ ഒരു മുഖ്യമന്ത്രിയാണ് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അന്ന് ഞാനും MLA ആണ്, കോട്ടക്കലിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. നിങ്ങളൊരു സ്കൂൾ കൊടുത്തിട്ട് വേണ്ട, നിങ്ങൾക്ക് സീറ്റ് കൊടുത്തൂടെ കുട്ടികൾക്ക് പഠിക്കാൻ? 95% മാർക്കുള്ള കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് സീറ്റിന് റെക്കമെൻഡേഷൻ കത്തി ചോദിച്ചിട്ട്. എബൌട്ട് 95%, 95% മീതെ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് നിങ്ങൾ സീറ്റ് കൊടുക്കൂല? നിങ്ങളെ ഡ്യൂട്ടി അല്ലേ അത്? കുട്ടികൾ പഠിക്കുമ്പോൾ ഒരു സൗകര്യം ചെയ്തു കൊടുത്തൂടെ? സീറ്റ് തരുന്നില്ലെങ്കിൽ തരണ്ട. സീറ്റ് ചോദിച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ ജില്ലയെ തന്നെ അവഹേളിക്കാൻ ശ്രമിച്ചില്ലേ? ഇവിടെ പഠിക്കുന്ന കുട്ടികളെ, ഈ നാടിൻ്റെ പാരമ്പര്യത്തെ, ഇവിടുത്തെ സൗഹൃദത്തിൻ്റെ കഥ ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ കൊണ്ടോട്ടിയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ഉച്ചക്ക് കൊണ്ടോട്ടിയായിരുന്നു, പിന്നെ താന്നൂർ പോയി. ഈ കൊണ്ടോട്ടിയിൽ ഒരു ക്രൈസ്തവ സഹോദരി മരിച്ചു. ഒറ്റ ക്രിസ്ത്യാനില്ലാത്ത പഞ്ചായത്താണ്. ഒറ്റ ക്രിസ്ത്യാനില്ലാത്ത പഞ്ചായത്ത് മരിച്ചു. അവർ കുറേ കാലമായിട്ട് അവിടെ വന്ന് പാർക്കായിരുന്നു. ആരുമില്ല. അവരുടെ അന്തിമ കർമ്മങ്ങൾ നിർവഹിക്കണം. മഹല്ല് കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിച്ചു. മഹല്ല് കമ്മിറ്റി യോഗം ചേർന്നു അവരുടെ ശരീരം മദ്രസയിൽ കിടത്താൻ, ബഹുമാനത്തോടുകൂടി അവരുടെ മൃതശരീരം. അവരുടെ അന്ത്യകർമ്മങ്ങൾ ആ മഹല്ലിലെ സ്ത്രീകൾ ചെയ്തു. എന്നിട്ടും എന്തൊക്കെയാണ്? ഇതാണോ വേണ്ടത്? സാമൂഹിക സൗഹൃദം തകർക്കുന്ന നടപടികളാണോ വേണ്ടത്? കുട്ടികൾക്ക് സീറ്റില്ലെങ്കിൽ പോട്ടെ, തൊഴിലില്ലെങ്കിൽ പോട്ടെ, ഈ സാമൂഹിക സൗഹൃദം നിലനിൽക്കണ്ടേ? അതിന് രാഷ്ട്രീയത്തിലൊരു മാറ്റം വരുത്തണം. രാഷ്ട്രീയ സംസ്കാരം തന്നെ മാറണം. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയം വരണം. മതസമുദായങ്ങൾക്ക് അതീതമായി ഒന്നിച്ച് നിൽക്കണം. കൈകൾ കോർത്ത് പിടിക്കണം. അങ്ങനെ ഈ രാജ്യം മുന്നോട്ട് പോകൂ. പെരുന്നാളിൻ്റെ മാസം ഉദിച്ചോ എന്ന് നോക്കാൻ വേണ്ടി പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് റമദാൻ്റെ അവസാന സമയത്ത് നോക്കിയിരുന്ന ഒരു നേതാവുണ്ടായിരുന്നു ഇന്ത്യയിൽ. जब रमज़ान का जो आखिरी दिनों में ईद के चांद के लिए लोग इंतज़ार कर रहे थे, उस वक्त यहाँ एक लीडर थे जो लोगों को बुलाते थे, आइए हम जाएंगे चांद देखने के लिए. ഈദിൻ്റെ ചന്ദ്രിക ഉദിച്ചോ എന്ന് നോക്കാൻ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിരുന്ന നേതാവ്, वो बहुत बड़े ऊंचे दर्जे का लीडर थे. वो लीडर का नाम था मोहनदास करमचंद गांधी. ആ നേതാവായിരുന്നു ഗാന്ധി. ഇതാണ് ഇന്ത്യ. ഈദിൻ്റെ ചന്ദ്രിക കാണാൻ, പെരുന്നാളാവോ നാളെ എന്നറിയാൻ, അതാണ് ഇന്ത്യ. അത്ഭുതകരമായ ഇന്ത്യ, അതിശയിപ്പിക്കുന്ന ഇന്ത്യ, അഗാധമായ ഇന്ത്യ, സംസ്കാരത്തിന് പേരുകേട്ട ഇന്ത്യ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഇന്ത്യ, ഗംഗയുടെ ജമുനയുടെ ഇന്ത്യ, വാൽമീകിയുടെ കപിലൻ്റെ കണാദൻ്റെ മാധ്വൻ്റെ ശങ്കരൻ്റെ ചൈതന്യൻ്റെ തുക്കാറാമിൻ്റെ തുളസീദാസിൻ്റെ ഇന്ത്യ, നിസാമുദ്ദീൻ്റെ മുഈനുദ്ദീൻ്റെ ഫരീദുദ്ദീൻ്റെ ഇന്ത്യ. അതാണ് ഇന്ത്യ.
ആ ഇന്ത്യയായിട്ട് കൊണ്ടുപോകണം. അതിന് കഴിയുന്ന രാഷ്ട്രീയം വരണം. രാഷ്ട്രീയത്തിൻ്റെ പിറകിലൊക്കെ ഉണ്ട്. ഈ യുദ്ധത്തിൻ്റെ പിറകിൽ രാഷ്ട്രീയല്ലേ? എന്താ ലോകമല്ല അങ്ങാടിയ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, ഞാൻ ഏത് രാജ്യത്തെയും പോയി ആക്രമിക്കും, ഞാൻ ഏത് രാജ്യത്തിൻ്റെയും മേക്കെട്ട് കയറും, ഞാൻ ഏത് രാജ്യത്തിൻ്റെയും നെഞ്ചിൽ ചവിട്ടും. അതല്ലേ ഈ യുദ്ധത്തിന് കാരണം? ആർക്കത് അറിഞ്ഞുകൂടാത്തത്? ഇതൊന്നും ശരിയല്ല. അനീതിക്കെതിരെ നീതിക്ക് വേണ്ടി നാം നിലകൊള്ളും. നാം നീതിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഇന്ത്യ നീതിയുടെ ശബ്ദമാണ്. ഇന്ത്യ എവിടെയും ലോകത്ത് സമാധാനം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഇതാണ് ഇന്ത്യയുടെ മുദ്രാവാക്യം. പാർലമെൻറ്റിൻ്റെ മകുടത്തിൽ ഒരു ശ്ലോകം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മകുടത്തിൽ, पार्लियामेंट का जो मंदिर है, पार्लियामेंट बिल्डिंग है, अब का नहीं है, पुराने, उसका अंदर एक श्लोक, वो उपनिषद का एक मंत्र है, वो लिखा है, वहाँ मनकूश है, वहाँ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. एक और जगह कुरान के एक आयत भी लिखा है. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മന്ദിരത്തിനകത്ത് ഒരു മകുടത്തിൽ ഉപനിഷത്തിൻ്റെ ശ്ലോകവും മറ്റൊരു മന്ദിരത്തിൽ ഖുർആൻ സൂക്തവും കൊത്തിവെച്ചിട്ടുണ്ട്. മനോഹരമായ അറബ് കയ്യെഴുത്ത് കലയിലാണ് ഖുർആൻ സൂക്തം. ദേവനാഗിരി ലിപിയിലാണ് ഈ ശ്ലോകം എഴുതി വച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുരേഷിൻ്റെ ഒക്കെ പരിസരത്ത് ഇഷ്ടംപോലെ സംസ്കൃത പണ്ഡിതരുണ്ട്. എടപ്പാളി, ഈ തവനൂർ മണ്ണ് ഇതിൻ്റെ ഒക്കെ മണ്ണാണ്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഇലക്ഷൻ സമയത്തും അതിന് ശേഷമൊക്കെ. അതിനു മുമ്പ് അറിയാം. ഇങ്ങനെയുള്ള മഹാന്മാരാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാണ് ആ ശ്ലോകം? ആ ശ്ലോകം ഇതാണ്: അയം നിജ പരോവേദി ഗണാനാം ലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. ഞാൻ മാത്രം എന്ന് പറയുന്നവൻ്റെ മനസ്സ് ഇടുങ്ങിയ മനസ്സാണ്. പാർലമെൻറ്റിനകത്ത് എഴുതി വച്ചിരിക്കുക. ഞാൻ ഒരിക്കൽ ലോക്സഭയിൽ ഈ ശ്ലോകം ഉദ്ധരിച്ചു. എൻ്റെ ജീവിതത്തിൽ ലോക്സഭയിൽ കക്ഷി മറന്ന്, പാർട്ടി മറന്ന്, ബെഞ്ച് മറന്ന്, ഭരണപക്ഷം പ്രതിപക്ഷം എന്ന ഭേദം മറന്ന് ലോക്സഭാംഗങ്ങൾ ഒന്നിച്ച് കൈയടിച്ചത് ഞാൻ അന്ന് ഓർക്കുന്നു. ഈ ശ്ലോകം ഉദ്ധരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഈ പാർലമെൻറ്റിൻ്റെ ഈ മന്ദിരത്തിൽ. ഞാൻ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോയിരുന്നു. മുമ്പ് കാല് തട്ടിയിട്ട് ഞാൻ മേലോട്ട് നോക്കി. അങ്ങനെ ഞാൻ അത് കണ്ടത്. ഞാൻ പുസ്തകത്തിലൊന്നും വായിച്ചതല്ല. കാല് തടഞ്ഞപ്പോൾ ഞാൻ മേലോട്ട് നോക്കി. ഇപ്പോൾ ചെറുപ്പത്തിൽ മാറാക്കരയിൽ ഒരു ഇല്ലത്ത് പോയിട്ടാണ് എൻ്റെ പിതാവ് എന്നെ സംസ്കൃതം പഠിക്കാൻ പറഞ്ഞയച്ചത്. കുഞ്ചു നമ്പൂതിരി എന്നാണ് എൻ്റെ ഗുരുനാഥൻ്റെ പേര്. ഇത് കണ്ട് ഞാൻ അന്തം വിട്ടു. ഞാൻ മാത്രമെന്ന് പറയുന്നവൻ്റെ മനസ്സ് ഇടുങ്ങിയ മനസ്സാണ്. जो लोग कह रहे हैं मैं, सिर्फ मैं, वो कहने वाले लोग हैं, वो बहुत क्या है, नैरो माइंडेड पीपल है. उनका मन तो इतना छोटा है. अयम निज परोवेदि गणानाम लघु चेदसाम. लघु वो तो बहुत स्मॉल. लघु चेदसाम ഉദാരചരിതാനാം തു. വിശദമായിട്ട് ചിന്തിക്കുന്നവർക്ക്, those people, for those people who think widely. Vasudhaiva Kudumbagam, the entire world is their home. Vasudha, Zameen, earth. Vasudhaiva, ഭൂമി മുഴുവൻ. കുടുംബകം, the whole world is their family. ഇതാണ് ഇന്ത്യ. ഖുർആനിലെ സൂക്തം എന്താ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ? ദൈവം ആരെയും മാറ്റുകയില്ല, അവർ സ്വയം മാറാതെ. അതാണ് എഴുതി വച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇത്ര വലിയ രാജ്യമാണ്. ആ ഇന്ത്യ യുദ്ധം നിർത്താൻ ഇടപെടണം. ഇന്ത്യ എല്ലാവരെയും ചേർത്ത് പിടിക്കണം. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ നമ്മളെ നേതാക്കന്മാരൊക്കെ എത്തിച്ചേരാറായി. പ്രിയപ്പെട്ട ജോയ് ഇവിടെ സംസാരിക്കണം. അദ്ദേഹം ഇവിടെ വന്നപാടെ വന്നു, കണ്ടു, കീഴടക്കി എന്ന മലയാളത്തിലെ ആ പര്യായമാണ്, മലയാളത്തിലെ ആ ഒരു പഴമൊഴിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നല്ല ചെറുപ്പക്കാരൻ, കരുത്തുറ്റ ജനസേവകൻ. DCC പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ മതി. ഒരു DCC പ്രസിഡൻ്റ് 10 MLAക്ക് സമമാണെന്നാണ് ഞാൻ എൻ്റെ അതെ മലപ്പുറത്തെ ജില്ല നോക്കുമ്പോൾ അതെ സഫർ പറഞ്ഞത് ശരി, 16 കൂട്ടി പറയണം. പക്ഷേ
അത്രയും പണിയെടുക്കണം. ഒരു ജനപ്രതിനിധിയുടെ ജോലിയാണതിൽ. അപ്പോൾ എനിക്ക് നല്ല DCC പ്രസിഡന്റുമാരായ എൻ്റെ സുഹൃത്തുക്കളുണ്ട് പല ജില്ലകളിൽ. എനിക്കവരുടെ പണി നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെയാണ് മണ്ഡലം മുസ്ലിം ലീഗ് ഒരു ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ ജോലിയാണോ? ഇവിടെ ബാവാജിയുണ്ട്, അബ്ദുള്ളക്കുട്ടി സാഹിബുണ്ട്, ഇവരൊക്കെ ഒരു മണ്ഡലത്തിലെ പ്രസിഡൻ്റാണ് ഇദ്ദേഹം. ഈ അബ്ദുള്ളക്കുട്ടി അവരൊക്കെ എത്ര ആളുകളെ എത്ര ഇലക്ഷൻ എന്തൊരു പരിജ്ഞാനം. അതുകൊണ്ടൊരു DCC പ്രസിഡൻ്റായ നേതാവ് പ്രിയപ്പെട്ട VS ജോയ് അദ്ദേഹമാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഇത്തവണ നമുക്ക് 2 ദൗത്യമുണ്ട്. ഒന്ന്, നമ്മൾ തിരുവനന്തപുരം പിടിക്കും, നമ്മൾ തവനൂരും പിടിക്കും മഹാഭൂരിപക്ഷത്തോടു കൂടി. വമ്പിച്ച ഭൂരിപക്ഷത്തോടെ VS ജോയിയെ വിജയിപ്പിക്കും. അഭിവന്ദനായ ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ആദരണീയനായ നമ്മുടെ നായകൻ, ജനാധിപത്യ കേരളത്തിൻ്റെ സമുന്നത നായകൻ, കേരളത്തിൻ്റെ സാമൂഹിക മൈത്രിയുടെ കൊടിവാഹകൻ, ഏതൊരു വാക്ക് കേൾക്കാനാണോ ഈ നാട് കാത്തു നിൽക്കുന്നത്, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, कांग्रेस के AICC ऑब्जर्वर्स है अली साहब, फरहान साहब, अस्सलाम वालेकुम, सैफुद्दीन साहब, नितिन अग्रवाल, या अग्रवाल, सर नितिन अग्रवाल also, सर नितिन अग्रवाल साहब from Rajasthan, all AICC observers, leaders. കേരളം മാത്രമല്ല, ഇന്ത്യ കൗതുകത്തോടെ ബഹുമാനത്തോടെ ഏതൊരു ശബ്ദം കേൾക്കാനാണോ കാതോർക്കുന്നത്, ഒച്ച ഉയർത്തിയിട്ട് ബഹളമുണ്ടാക്കുന്നവർ നിറഞ്ഞ ഒരു ചുറ്റുപാടിലും സമാധാനത്തിൻ്റെ സംയമനത്തിൻ്റെ സ്വരം മാത്രം പറഞ്ഞ് ജനതതികളെ കോർത്തിണക്കുന്ന, ജനപദങ്ങളെ ചേർത്ത് പിടിക്കുന്ന മതേതരത്വത്തിൻ്റെ നാടിൻ്റെ സമുന്നത നായകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഈ യോഗത്തിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുകയാണ്. വളരെ ദൂരെ നിന്നാണ് തങ്ങൾ സഞ്ചരിച്ചു വരുന്നത്. ഇന്ന് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ അല്പസമയം മുമ്പെന്ന് പകല് വിളിക്കുമ്പോഴും അല്പം മുമ്പ് വിളിക്കുമ്പോഴും ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അനക്കങ്ങൾ, വാക്കുകൾ, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ദൃഢനിശ്ചയങ്ങൾ, തീരുമാനങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വം, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആംഗ്യങ്ങൾ, അതിൻ്റെ അർത്ഥതലങ്ങൾ വളരെ സമുന്നതമാണ്. വരാൻ പോകുന്ന കേരളം അത് കൂടുതൽ ഗൗരവത്തോടുകൂടി ഏറ്റെടുക്കാനുള്ള ഭരണമാറ്റത്തിലേക്കാണ് നാം കേരളത്തെ നയിക്കുന്നത്. അതിൻ്റെ എല്ലാം അമരത്തുണ്ട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഞാൻ ഇനി സംസാരിക്കുന്നേയില്ല. ഇനി ഇവിടെ ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അഭിവന്ദനായ ശ്രീ KC വേണുഗോപാലും ഇമ്രാൻ സാഹിബും ഒക്കെ എത്തിച്ചേരാനിരിക്കുന്നു. നിങ്ങൾ വിളിച്ചേക്ക്. ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ ഞാൻ വിളിക്കാം. അല്ല, നിങ്ങൾ സംസാരിക്കാം. ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ പരിപാടിയുടെ തവനൂരിൽ ചരിത്രം മാറ്റിമറിക്കുന്ന, തവനൂരിൽ പുതിയ അധ്യായങ്ങൾ കൂട്ടിച്ചേർക്കുന്ന, തിരുവനന്തപുരത്തേക്ക് തവനൂരിൽ നിന്ന് അധികാരമാറ്റത്തിൻ്റെ പുതിയൊരു രാജപാത തുറക്കുന്ന VS ജോയിയുടെ കരങ്ങളിലൂടെ അധികാരമാറ്റത്തിൻ്റെ, മാത്രവുമല്ല സഫറുള്ള ഇവിടെ വിശദീകരിച്ച പോലെ ഈ നാടിനാവശ്യമായിട്ടുള്ള വികസനത്തിൻ്റെ, പുരോഗതിയുടെ 1000 വാതായനങ്ങൾ VS ജോയിയുടെ കരങ്ങളിലൂടെ തുറന്നിടുന്ന പുതിയൊരു മാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനിടയിൽ ഈ മംഗലം നാട്,
എല്ലാം മംഗളമായിരിക്കുമെന്ന് തെളിയിക്കുന്ന ഈ നാട്ടിലെ ഈ മഹത്തായ സമ്മേളനം അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകളെ വിനയാദരങ്ങളോടെ സ്നേഹാദരങ്ങളോടെ നിങ്ങൾക്ക് വേണ്ടി അധ്യക്ഷൻ അബ്ദുള്ള കുട്ടി സാഹിബിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രിയങ്കരനായ അധ്യക്ഷൻ എം മധുട്ടി സാഹിബ്, യോഗം ഇവിടെ എത്തിച്ചേരാനിരിക്കുന്ന കെ സി വേണുഗോപാൽ എം പി അവർ, ആദരണീയനായ അബ്ദുൽ സമദ് സമദാനി സാഹിബ് എം പി, സി പി ബാഹാജി അവർ, AICC ഒബ്സർവർ അലി മെഹന്തി, മൈനോറിറ്റി സെൽ AICC ചെയർമാൻ ഫർഹാൻ ആസ്മി, നിഖിൽ അഗർവാൾ, സയ്യിദ് നഖ്വി, അഡ്വക്കേറ്റ് പി നസ്രുള്ള സാഹിബ്, ഇബ്രാഹിം മുത്തൂർ, അഡ്വക്കേറ്റ് എം രോഹിത് ബാവാജി സാഹിബ്, വേദിയിലെ മറ്റ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമ്മന്നതരായ നേതാക്കളെ, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി DCC പ്രസിഡന്റ് കൂടിയായ VS ജോയ്, മറ്റ് നേതാക്കൾ, ഇവിടെ കൂടിയ പ്രിയ സഹോദരി സഹോദരന്മാർ, ആദരണീയനായ സമദാനി സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ മംഗള കാര്യങ്ങൾക്കും ഒരു നല്ല തുടക്കം അത് ഈ മംഗലത്ത് വെച്ച് തന്നെ ആവട്ടെ എന്നുള്ളത് അർത്ഥവത്തായ വാക്കുകളാണ്. നമ്മുടെ VS ജോയ് DCC പ്രസിഡന്റ് എന്നുള്ള നിലക്ക് നമ്മുടെ ജില്ലയിൽ ഉടനീളം അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. ജില്ലയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പും ഭദ്രതയും കാത്തുസൂക്ഷിക്കാനും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം, പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ നല്ല വിജയം മലപ്പുറത്ത് ഉണ്ടാക്കുന്നതിന് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ ഒരു പ്രതിപക്ഷമില്ലാത്ത വിധത്തിൽ ജില്ലാ പഞ്ചായത്തിനെ ഉറപ്പിച്ചു നിർത്തുന്നതിലൊക്കെ VS ജോയിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും UDFൻ്റെ സഹപ്രവർത്തകരുമെല്ലാം ചെയ്തിട്ടുള്ള വലിയ സേവനങ്ങൾ അത് ഏറെ എടുത്തു പറയേണ്ട കാര്യമാണ്. സമദാനി സാഹിബ് ഇവിടെ വിശദമായിട്ട് തന്നെ സംസാരിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വർത്തമാനകാല രാഷ്ട്രീയം, വർത്തമാനകാല ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം, കേരളത്തിൻ്റെ ഭാവി, ഇതേക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ കടന്നു വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഈ നീലക്കുറിഞ്ഞി പൂക്കാൻ 12 വർഷക്കാലാണ് കാത്തിരിക്കുക. സമദാനിയുടെ പ്രസംഗത്തിൽ നമ്മൾ പലപ്പോഴും അത് കേട്ടിട്ടുണ്ട്. എന്നാൽ 10 വർഷം കൊണ്ട് ഇപ്പോൾ കേരളത്തിലൊരു നീലക്കുറിഞ്ഞി പൂക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ ഈ ഏപ്രിൽ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നീലക്കുറിഞ്ഞി പൂക്കൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വിടരുക തന്നെ ചെയ്യും എന്നാണ് നമ്മളെല്ലാവരും കുറച്ച് വിശ്വസിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ അത്രമാത്രം പൊറുതിമുട്ടിയിരിക്കുകയാണ്. ജനജീവിതത്തിൻ്റെ നാനാ തുറകളിലും ആ വീർപ്പുമുട്ടൽ അനുഭവിച്ച് കൊണ്ടിരിക്കുകയാണ്. ഈ ഭരണം ഒന്ന് അവസാനിച്ച് കിട്ടിയെങ്കിൽ എന്ന് ജനങ്ങൾ വളരെയേറെ ദാഹിച്ചു കൊണ്ടിരിക്കുന്നു. അവിടേക്കാണ് ഐക്യ ജനാധിപത്യ മുന്നണി പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇനിയുള്ള 5 വർഷക്കാലം ആശ്വാസത്തിൻ്റെ കാലമാണ്, മോചനത്തിൻ്റെ കാലമാണ്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമെല്ലാം അതിനൊക്കെ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള കാലമാണ് ഇനിയുള്ള 5 വർഷക്കാലം. അതിന് നേതൃത്വം കൊടുക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്കേ സാധിക്കുകയുള്ളൂ. കാരണം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ, RSPയുടെ നേതാക്കൾ, മറ്റ് നമ്മുടെ ഘടകകക്ഷികളുടെ പ്രാപ്തരായിട്ടുള്ള നേതാക്കൾ, അവരെല്ലാവരും വളരെ പരിചയ സമ്പന്നരാണ്, ഭരണ നൈപുണ്യം തെളിയിച്ചിട്ടുള്ളവരാണ്. കൂട്ടുത്തരവാദിത്വമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത്. എന്നാൽ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ അഭാവം നേലിച്ചുകൊണ്ടിരിക്കുന്ന 10 വർഷമാണ് ഇപ്പോൾ ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ
മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യത്തിന് വേണ്ടി കാഴ്ചവെച്ച ഭരണം അത് കേരളത്തിൻ്റെ സുവർണകാലമായിരുന്നു എന്നെല്ലാവരും ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ കാലത്തെക്കുറിച്ച് അങ്ങനെയാണ് എല്ലാവരും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 10 വർഷം മുമ്പത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണം ജനങ്ങളുടെ ഓർമ്മയിലെത്തുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കൂടുതലായിട്ട് ആൾക്കാരോട് സംസാരിക്കേണ്ട കാര്യമില്ല. എല്ലാവരും അത് മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാവരും സ്വയം അത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഓരോ ജനാധിപത്യ വിശ്വാസിയും അത് സ്വയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതി 19 സീറ്റുകൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് നൽകി. ഈ ഭരണകാലത്ത് തന്നെ ഉണ്ടായ 3 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നിലമ്പൂരിലും പാലക്കാടും തൃക്കാക്കരയിലൊക്കെ ഐക്യജനാധിപത്യ മുന്നണിയെ വൻപിച്ച തോതിൽ വിജയിപ്പിച്ചു. ത്രിതല പഞ്ചായത്തിലാണെങ്കിൽ വലിയ വിജയം കേരളത്തിലുടനീളം നമുക്കുണ്ടാക്കാൻ പറ്റി. സാധാരണ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മളാരും അങ്ങനെ നോക്കാറില്ല. ഒരു ഏകപക്ഷീയമായിട്ടൊരു ഫലമാണ് വരാറുള്ളത്. ഒരു 9 മണി 10 മണിയാകുമ്പോഴേക്കും നമ്മൾ ടി വിയൊക്കെ ഓഫാക്കും. ഇത്തവണ അങ്ങനെയല്ല. 10 മണിക്ക് ശേഷമാണ് എല്ലാവരും ടി വിയൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് നോക്കുന്നത്. കാരണം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ ഓരോ ജില്ലയിലും വിജയിച്ചു വരുന്ന വാർത്തയാണ് ഇത്തവണ നമുക്ക് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാണുവാൻ പറ്റിയത്. അപ്പോൾ അത് കേരളത്തിൻ്റെ ഹൃദയമാണ്, കേരളത്തിൻ്റെ ഒരു പൊതുവായ ചിത്രമാണ്, പൊതുവായ മനസ്സാണ്, ചിന്തയാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. മലപ്പുറം ജില്ലയിലാണെങ്കിൽ പ്രത്യേകിച്ചും ജില്ലാ പഞ്ചായത്തിന് അവിടെ പ്രതിപക്ഷം തന്നെ ഇല്ല. ബ്ലോക്ക് പഞ്ചായത്തുകളിലും പ്രതിപക്ഷമില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്തുകൾ ധാരാളമുണ്ട്. മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലും 95% പഞ്ചായത്തുകളും ഐക്യജനാധിപത്യവും എനിക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു. ഇങ്ങനെയുള്ള ഈ വലിയ നേട്ടം ഇതൊക്കെ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത് ആ ഒരു മനസ്സ് ഇവിടെ നിലനിൽക്കുകയാണ്. കേരളത്തിലൊട്ടാകെ അത് നമുക്ക് കാണുവാൻ കഴിയുന്നുമുണ്ട്. അതുകൊണ്ടാണ് ടീം UDFൻ്റെ വിജയം എന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറയാറുള്ളത്. ഇനി അടുത്ത 5 വർഷക്കാലം ടീം UDFൻ്റെ കാലമാണ്. ആ കാലം കേരളത്തിലെ ജനങ്ങളുടെ കാലമാണ്. ജനങ്ങൾക്ക് ഭരണ പങ്കാളിത്തം ലഭിക്കുന്ന കാലമാണ്. ഇപ്പോൾ ഭരണകൂടവും ജനങ്ങളും തമ്മിൽ അകന്നാണ് കഴിയുന്നത്. സെക്രട്ടറിയിൽ പോയിട്ട് ആൾക്കാരെ കാണാൻ പറ്റില്ല. അവിടെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാൽ ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിൽ വന്നാൽ സെക്രട്ടേറിയറ്റിൽ ജനങ്ങളുണ്ടാവും. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അവരവിടെ വരും. ഓരോ ഭരണാധികാരിയും ഭരണീയരെ കാണുക എന്നുള്ളത് അത് സ്വാഭാവികമായ ഒന്നാണ്. ഭരണീയരെ കണ്ട് ഭരിക്കുന്ന ആളുകൾ, ഭരിക്കപ്പെടുന്ന ആളുകൾ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തിൻ്റെ ഭരണകർത്താക്കളുടെ കടമ. ഗാന്ധിജിയൊക്കെ പറഞ്ഞു തന്ന അതാണ്. നിങ്ങളുടെ മുമ്പിലെത്തുന്ന ആൾ അയാൾ ഒരു പക്ഷേ കരഞ്ഞുകൊണ്ടായിരിക്കും അവിടെ വരുന്നത്. എന്നാൽ അയാളുടെ മുഖത്ത് പ്രസന്നമായ മുഖത്തോടെ ആയിരിക്കണം അയാൾ തിരിച്ചു പോകേണ്ടത് എന്നതാണ് ഗാന്ധിജി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. UDFൻ്റെ ഭരണകർത്താക്കൾ അങ്ങനെയാണ്. അവരുടെ മുമ്പിലെത്തുന്നവരുടെ പ്രയാസം, ആ പ്രയാസത്തെ കേട്ട് ആ പ്രയാസത്തെ പരിഹരിച്ചു കൊടുക്കുവാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണകർത്താക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരമൊരു സംസ്കാരമാണ് കേരളത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പം അത് നമുക്ക് വീണ്ടെടുക്കണം. അതിനാണ് ഈ തവണത്തെ തിരഞ്ഞെടുപ്പ്. മാത്രമല്ല പുതിയ കാലഘട്ടത്തിൽ പുതിയ തലമുറയാണ്. അവരുടെ ഭരണമാണ്, അവരുടെ കാഴ്ചപ്പാടുകളാണ്. ലോകത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പുതിയ തലമുറയാണ് ഭരണകൂടങ്ങളെ ഉണ്ടാക്കുന്നത്, ഭരണകൂടങ്ങളെ താഴെ ഇറക്കുന്നതൊക്കെ പുതിയ തലമുറയാണ്. കേരളത്തിലെ പുതിയ തലമുറ ഇപ്പോഴുള്ള ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം പുതിയ തലമുറക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ അതിന് ഭരണപരമായിട്ടുള്ള കാഴ്ചപ്പാട് ആവശ്യമാണ്. ഇപ്പോൾ കേരളത്തിലെ യുവാക്കളും ഒക്കെ പുറത്തു പോവുകയാണ്. അവർ കേരളത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കിയാൽ വലിയ തിരക്കാണ്. അവിടെ എയർപോർട്ടിൽ പോയി നോക്കിയാലും വലിയ തിരക്കാണ്. ഒക്കെ കേരളം വിട്ടുപോവുകയാണ്. അവിടെ കാഴ്ച കാണാൻ പോവല്ല, ജീവിതായോധനത്തിന് വേണ്ടി അവർ പഠിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും ആ യോഗ്യതകളും ഒക്കെ ആയിട്ട് അവർ പോവുകയാണ്.
അതിന് ജോലി അന്വേഷിച്ചവർ പോകുന്നു. ഇത് കേരളത്തിൽ തന്നെ ഇവിടെ തന്നെ പ്രയോജനപ്പെടുത്തേണ്ട നമ്മുടെ വിഭവശേഷിയാണിത്, ഹ്യൂമൻ റിസോഴ്സ്. അതിവിടെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല. അത് പുറം രാജ്യങ്ങളിലേക്കും പുറം സംസ്ഥാനങ്ങളിലേക്കുമാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്തണം. നമ്മുടെ കുട്ടികൾ, നമ്മുടെ യുവാക്കൾ, അവരുടെ ആ വിഭവശേഷി, ആ റിസോഴ്സ് അതിവിടെ തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയണം. അതിനാവശ്യമായിട്ടുള്ള പദ്ധതികളും സംരംഭങ്ങളും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകളും ഇതൊക്കെ കൊണ്ടുവരുവാൻ UDF-ന് സാധിക്കുകയുള്ളൂ. UDF സ്മാർട്ട് സിറ്റി ഉണ്ടാക്കി, കിൻഫോ പാർക്കുകൾ ഉണ്ടാക്കി, അതിനൊക്കെ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ അന്ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വേണ്ട വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സാധിക്കുന്നില്ല. അതേ അവസരത്തിൽ യുവാക്കൾ അധ്വാനിക്കാൻ തയ്യാറാണ്. ആരും വെറുതെ ഇരിക്കുന്നില്ലല്ലോ, എല്ലാവരും എൻഗേജ്ഡ് ആവാൻ വേണ്ടി തയ്യാറാണ്. അപ്പം അതിന് നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി കൊടുക്കണം. ഐക്യജനാധിപത്യ മുന്നണി ആ രീതിയിലാണ് അതിൻ്റെ പ്രകടന പത്രിക അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേറ്റുവാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്നു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം പുതുയുഗ യാത്ര നടക്കുകയുണ്ടായല്ലോ. ആ യാത്രയിൽ എല്ലാ മണ്ഡലങ്ങളിലും ആയിരക്കണക്കായ ആളുകളാണ് പ്രതിപക്ഷ നേതാവിനെയും അദ്ദേഹത്തോടൊപ്പം ഉള്ള സഹയാത്രികരെയും ഒക്കെ സ്വീകരിക്കുവാൻ തയ്യാറായത്. അന്ന് വിളിച്ച മുദ്രാവാക്യം അത് UDF-ൻ്റെ ആ കൂട്ടായ്മയാണ്. ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ടീം UDF-ൻ്റെ വിജയം ആ യാത്രയിൽ കാണാൻ പറ്റി. എന്നാൽ ആ സമയത്ത് തന്നെ വേറൊരു യാത്രയും കേരളത്തിലൂടെ കടന്നുപോയിരുന്നു. ആ യാത്രയൊക്കെ ജനങ്ങളിങ്ങനെ യാത്രയപ്പ് കൊടുത്ത് വിടുകയാണ് ചെയ്തത്. സതീശ യാത്രക്ക് എല്ലാവരും ഹൃദയം കൊണ്ട് അതിനെ സ്വീകരിച്ചു. അവരുടെ പ്രതീക്ഷയായിരുന്നു, കേരളത്തോടുള്ള ഭാവിയോടുള്ള പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയെ സാക്ഷാത്കരിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ BS ജോയിയാണ് ഇവിടെ തവനൂരിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രഥമ മത്സരമാണിത്. വലിയവരുമായി ഏറ്റുമുട്ടിയിട്ടുള്ള ചരിത്രം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഒരൊറ്റ ആത്മവിശ്വാസത്തോടെയാണ് ഇവിടെയും അദ്ദേഹം വന്നിട്ടുള്ളത്. സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ഉന്നത പ്രതീകമാണ് പ്രിയപ്പെട്ട BS ജോയ്. നമുക്കറിയാലോ, ജില്ലയിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം ഓടിയെത്തി അതിനെ പരിഹരിക്കുന്ന കാര്യത്തിൽ ജോയ് മുന്നിട്ട് നിൽക്കാറുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ നമ്മളിപ്പോൾ രാഷ്ട്രീയമായിട്ടും അതുപോലത്തെ മറ്റു രീതിയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ പലയിടത്തും ഉണ്ടാകുന്ന സംഭവങ്ങൾ, ആ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ ജോയ് ഫോണിൽ വിളിക്കും, അല്ലെങ്കിൽ വീട്ടിൽ വരും, ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യും. അവിടെ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിൻ്റെതുമായിട്ടുള്ള ഉറച്ച ശബ്ദമാണ് അദ്ദേഹത്തിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കാറുള്ളത്. മുസ്ലിം ലീഗൊക്കെ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ആ ജീവകാരുണ്യ പ്രവർത്തനം ജാതിമത ഭേദമന്യാണ്. ഇപ്പോൾ നമ്മൾ ബൈത്തുർ റഹ്മ കൊടുക്കാറുണ്ട്, CH സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്, PTH-ൻ്റെ പ്രവർത്തനങ്ങളുണ്ട്, ഹോസ്പൈസ്, കിടപ്പ് രോഗികൾക്കുള്ള ചികിത്സ. അതൊന്നും ജാതിയും മതവും കക്ഷിയൊന്നും നോക്കിയിട്ടല്ല ചെയ്യാറുള്ളത്. ഏറ്റവും ആവശ്യമുള്ള ആളുകളാണോ ആരാണോ അവർക്കാണ് ആ സഹായങ്ങളൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കുക. ആ പ്രവർത്തനങ്ങളൊക്കെ ജോയ് എപ്പോഴും വലിയ തരത്തിൽ അതിലൊക്കെ പങ്കുവഹിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം വിളിക്കുമ്പോഴേക്കും അദ്ദേഹം ഓടിയെത്തി അതുമായൊക്കെ സഹകരിക്കുന്ന മത സൗഹാർദ്ദത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെ ഉജ്ജ്വല പ്രതീകമാണ് നമ്മുടെ പ്രിയങ്കരനായ BS ജോയ്. അപ്പോൾ അദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. മുമ്പ് നമ്മൾ AK ആൻ്റണിയെ വിജയിപ്പിച്ചിട്ടുള്ളവരാണ്. ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ, കേരളത്തിലെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ AK ആൻ്റണിക്ക് മലപ്പുറത്ത് വന്ന് മത്സരിക്കേണ്ടി വന്നു. തിരുരങ്ങാടിയിലാണ് അദ്ദേഹം മത്സരിച്ചത്. അന്ന് AK ആൻ്റണിയെ വമ്പിച്ച ഭൂരിപക്ഷം സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ സമുദായ സാഹിബ് ഇവരൊക്കെ ആ കാലത്ത് ആ മുന്നണിയിൽ തന്നെ ഉണ്ടായിരുന്നു. ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ AK ആൻ്റണിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച ചരിത്രം മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ തന്നെ തങ്കലിപികളാൽ എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രമാണ്. അതുമാത്രം സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ചരിത്രം. AK ആൻ്റണിയുടെ സമുദായത്തിന് അദ്ദേഹം മത്സരിച്ച
ആ മണ്ഡലത്തിൽ കാര്യമായിട്ട് ഒരു പ്രാതിനിധ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും മത സഹിഷ്ണുതയുടെയും വളർച്ചയ്ക്ക് വേണ്ടി, അതിനെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി AK ആൻ്റണിയെ വിജയിപ്പിക്കേണ്ടത് ഓരോ വോട്ടറുടെയും കടമയായി, ബാധ്യതയായി, ഉത്തരവാദിത്വമായി അവിടെ എല്ലാവരും ഏറ്റെടുത്തു. മുമ്പ് സൈനുദ്ദീൻ മഖ്ദൂം, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം പൊന്നാനിയുടെ മഹാനായ പൊന്നാനിയുടെ ചരിത്രത്തിൻ്റെ, പൊന്നാനിയുടെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തി ലോക പ്രശസ്തമായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വിശ്വ യൂണിവേഴ്സിറ്റികളിൽ പഠന വിധേയമാണ്. അദ്ദേഹത്തിൻ്റെ തുഹഫത്തുൽ മുജാഹിദീനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ മൊയ്നും അതെല്ലാം കേരളത്തിന് മാത്രമല്ല ലോകത്ത് മുഴുവനും വൈജ്ഞാനിക മേഖലയിൽ പ്രഭ പരത്തിയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ സാമൂതിരിയെ സഹായിക്കണമെന്ന്. വൈദേശികാധിപത്യത്തിനെതിരെ സാമൂതിരിയെ സഹായിക്കാൻ മാപ്പിളമാർ തയ്യാറാകണം എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം അന്ന് ഫത്വ പുറപ്പെടുവിച്ചു. അപ്പം ആ ഒരു പാരമ്പര്യം സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടി, മതസഹിഷ്ണുതയ്ക്ക് വേണ്ടി, വൈദേശികാധിപത്യത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ കാത്തു സൂക്ഷിച്ച ആ മതസൗഹാർദ്ദത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ആ നല്ല നാളുകളും ആ നല്ല ചിന്തകളും അത് എന്നും രാജ്യത്ത് നിലനിൽക്കേണ്ടതാണ്. ഇന്നിപ്പോൾ അകൽച്ചയുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവരുടെ കാലമാണല്ലോ ഇത്. ഭക്ഷണരീതിയുടെ പേരിൽ, വസ്ത്രധാരണത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അതിലൂടെ ഊടുവഴികൾ തീർക്കുന്നു. അധികാരത്തിലേക്കുള്ള ഊടുവഴികൾ BJPയും സംഘപരിവാറൊക്കെ അതിലൂടെയാണ് സൃഷ്ടിക്കുന്നത്. മതത്തിൻ്റെയും ജാതിയുടെയൊക്കെ പേരിൽ അകച്ച പ്രസംഗിച്ചുകൊണ്ടും അകൽച്ച വർദ്ധിപ്പിച്ചുകൊണ്ടും. പക്ഷേ അത് രാജ്യത്തിന് ഉണ്ടാക്കുന്ന കടുത്ത വെല്ലുവിളികൾ ദൂരവ്യാപകമാണ്. അത് മനസ്സിലായിക്കൊണ്ട് തന്നെ ഇന്ത്യൻ ജനത എപ്പോഴും മതേതരത്വത്തോടൊപ്പമാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് വലിയ ആശ്വാസമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയും അവരുടെ ആളുകളും വലിയ കൂടുതൽ സീറ്റൊക്കെ കിട്ടും എന്നവർ പ്രതീക്ഷിച്ചു. 500ഓളം സീറ്റുകൾ സ്വന്തമായിട്ടുണ്ടാവും എന്നൊക്കെ അവർ പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ അതിന് നിന്നുകൊടുത്തില്ല. കേവല ഭൂരിപക്ഷം മാത്രമേ BJPക്കും അവരുടെ ആളുകൾക്കും നേടിയെടുക്കുവാൻ കഴിഞ്ഞു. അത് ഇന്ത്യൻ ജനത കാത്തുവച്ച, അല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ച മതേതരത്വത്തിൻ്റെ ആ ഒരു വലിയ സൂക്ഷിപ്പ് മുതലാണ്. സഹവർത്തിത്വം, മതസൗഹാർദ്ദം, ചേർന്നിരിക്കാനുള്ള വലിയ മനസ്സ് എന്നുള്ളത്. ആ ചേർന്നിരിപ്പിലുള്ള മനസ്സിന് പുതിയൊരു അധ്യായം ഉണ്ടാക്കുവാൻ VS ജോയിയെ വിജയിപ്പിച്ചുകൊണ്ട് ഈ തവനൂരിലെ വോട്ടർമാർ അതിന് തയ്യാറാകണം എന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ്. പുതുതായിട്ട് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളം ഐക്യജനാധിപത്യം വേണ്ട ചിഹ്നമാണ്. ആ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ ഒപ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക. തൊട്ടടുത്ത് നമ്മുടെ നൗഷാദ് അലി, അദ്ദേഹം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട് പൊന്നാനിയിൽ. അതിനപ്പുറത്ത് കോട്ടകൽ അബ്ദുൽ ഹുസൈൻ തങ്ങളുണ്ട്, തിരൂരിൽ പ്രിയപ്പെട്ട കുറുക്കോളി മൊയ്തീനുണ്ട്, ഇവരുടെ അപ്പുറത്ത് PK നവാസ് ഉണ്ട് താനൂരിൽ. ഇങ്ങനെ സമീപ മണ്ഡലങ്ങളിലൊക്കെ ഉള്ള ഐക്യജനാധിപത്യത്തിന് വേണ്ടി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയും നിങ്ങളെല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സഹായങ്ങളൊക്കെ സഹകരണം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. നന്ദി. ജയ്. KC അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. അദ്ദേഹം അവരുടെ AICCയുടെ ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ കാറിൽ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് വരും, നമ്മോട് ബാബാഹാജി ഒരു ആശംസ പറയും, അതിനുശേഷം നമ്മൾ കാൻഡിഡേറ്റ് സംസാരിക്കും. നമ്മൾ യോഗത്തിൽ നന്ദി പറഞ്ഞ് ഞങ്ങളെല്ലാവരും പിരിയാവും. ഇത് ഇവിടുത്തെ ഒരു പൊതുസമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു യോഗമാണ്. ആരും എണീറ്റ് പോകരുത്. ബഹുമാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനായ അധ്യക്ഷൻ അബ്ദുൽ കുട്ടി സാഹിബ്, ബഹുമാനായ അബ്ദുൽ സബ്ദ് സബ്ദാനി MP,
ബഹുമാനീയരായ AICCയുടെ നിരീക്ഷകരും ഒബ്സർവറുമായ സബ്കുഷ് അഡ്വക്കേറ്റ് നസറു, രോഹിത്, മറ്റു ഇബ്രാഹിം മൂദൂർ അടക്കമുള്ള വേദിയിലുള്ള നേതാക്കളെ, നല്ലവരായ സുഹൃത്തുക്കളെ, സഹോദരന്മാർ, ബഹുമാനായ തങ്ങളും സമദാനി സാഹിബൊക്കെ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. KC വേണുഗോപാൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്, അടുത്തെത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യം മാത്രമേ സംസാരിക്കുന്നു. മംഗലത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. നിങ്ങൾ ഒരു ബഹുഭൂരിപക്ഷത്തിന് ഇവിടുന്ന് ജോയിയെ തിരഞ്ഞെടുക്കും എന്നെനിക്കറിയാം. ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നത്, ഞാനൊന്നും ഓഫർ ചെയ്യാനൊന്നും പോകുന്നില്ല, അതൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങൾ പാർലമെൻറ്റിൽ എത്ര വോട്ടാണ് പിടിച്ചത് അത്ര വോട്ട് നിങ്ങൾ ഓരോരോ ബൂത്തിലും പിടിക്കണം. അതിന് നിങ്ങളൊക്കെ സന്നദ്ധരല്ലേ? ഒരു 15,000 വോട്ടിൻ്റെ ലീഡിന് ജോയിയെ നമുക്ക് ഈ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞേക്കണം. MLA ആയിക്കൊണ്ട് 15 വർഷമായി ഒരു MLA ദുരിതം നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയാനുള്ളത് MLAക്ക്? MLA പറയുന്നത് ഞാൻ വികസനം കൊണ്ടുവരും എന്നാണ്. എപ്പോഴാണ് കൊണ്ടുവരാൻ? മൈസറയിലേക്ക് പോകുമ്പോഴാണ്. 15 കൊല്ലമായി അദ്ദേഹം. 10 കൊല്ലം ഭരണത്തിലും 5 കൊല്ലം മന്ത്രിയും 15 കൊല്ലം MLA-യുമായി ഈ 900 മണ്ഡലം വന്നതിന് ശേഷം എന്നിട്ടൊരു വികസനം കൊണ്ടുവന്നിട്ടില്ല. ഇനിയൊന്ന് ജയിപ്പിച്ചാൽ അദ്ദേഹം വികസനം കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. പണ്ടൊരു പെണ്ണ് പറഞ്ഞതുവരെ ഞാൻ ആ കഥ പറയുന്നില്ല. എൻ്റെ ഒരിടപാടല്ലേ തീർത്തിട്ടുള്ളൂ, എൻ്റെ 2 ഇടപാട് തീർത്തിട്ടാണ് ഞാൻ ഇരിക്കണമെന്ന് പറഞ്ഞൊരു പെണ്ണ്. അതേപോലെയാണ് പറയുന്നത്. അപ്പോൾ ഇനി അദ്ദേഹം ഇവിടെ വികസനം കൊണ്ടുവരണ്ട. നമ്മളിപ്പോൾ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട്, കുറേ റോഡും പിന്നെ റെഗുലേറ്റർ കം പിടിച്ച് വളരെ നന്നാക്കി അദ്ദേഹം ഒരു 30 കോടി റുപ്യ കൊടുത്തിട്ട് ചൈനയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്ത സാധനം. നല്ല സാധനം ഇവിടെ ടാറ്റെടുത്ത് കിട്ടുമ്പോൾ അതൊന്നും എടുക്കാതെ ഇനിയിപ്പോൾ പറയുന്നത്, ഞാൻ ആ ബ്രിഡ്ജ് അവിടെ റെഗുലേറ്റർ കം പിടിച്ച് ഒന്ന് നന്നാക്കും, അതിനുള്ളൊരു ഫണ്ട് ഞാൻ സ്വീകരിക്കാൻ പോകുന്നുണ്ട്. മറ്റൊന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അവറ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നുണ്ട്. 300 കോടി റുപ്യ ചിലവാക്കിയിട്ട് എവിടേക്കാണെന്ന് അറിയില്ല, അദ്ദേഹത്തിന് തന്നെ അറിയില്ല. 2.5 കൊല്ലമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അവിടുത്തെ MLA. നിങ്ങളാരും കണ്ടിക്കണോ? ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ്. കുട്ടീനെ ഉറക്കായിരുന്നു, കുട്ടി ഉറങ്ങി തോന്നുന്നുണ്ട്. അമേരിക്കയിൽ പോയിട്ട് കുട്ടീനെ ഉറക്കായിരുന്നു, കഴിഞ്ഞ് വന്നാണ്. ഇനി ഏതായാലും ഈ കുട്ടീനെ ഉറക്കണ പരിപാടിക്ക് നിങ്ങളാരും നിൽക്കരുത്, നിങ്ങളാരും വോട്ട് ചെയ്യരുത്. ആ കുട്ടീനെ ഉറക്കണ പരിപാടിക്ക് ഒരു നല്ല ചുറുചുറുക്കുള്ള സ്ഥാനാർത്ഥിയാണ് നിങ്ങൾക്ക് തന്നിട്ട് അഡ്വക്കേറ്റ് BS ജോയിനെ. ജോയിക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് ബഹുഭൂരിപക്ഷത്തോടു കൂടെ തെരഞ്ഞെടുക്കണമെന്ന് എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ വിനീതമായി അപേക്ഷിക്കണം. റെഡിയാവൂലേ? എല്ലാവരും റെഡിയല്ലേ? ഒന്ന് കൈയടിച്ചോളി, എന്തിനെങ്ങനെ മടി കാണിക്കണേ? ഓക്കെ. അപ്പോൾ അതേപോലെ സന്തോഷത്തോടു കൂടെ ഇരുന്നോളി. ഈ പ്രാവശ്യം നമ്മൾ ഗംഭീര വിജയം നേടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മെയ് 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ ജോയിനെ ഇപ്പം കണ്ട് എടുത്തോടുന്ന് വരല്ല കൊണ്ടുവരാ, അതിനേക്കാളും ജോറിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ജോയി മേലെ നിന്ന് ചാടിക്കൊണ്ടതാക്കി നമുക്ക് പിടിക്കാം. അത്രയും ജോറിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിന് എന്ത് ചെയ്യണം വെച്ചാൽ, നമ്മളെ പണി ഈ 9-ാം തീയതി വരെ. 9-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ജോയിയുടെ പണിയാണ് 5 കൊല്ലം. ജോയിയെ നമ്മളെ ഏൽപ്പിക്കും, പിന്നെ ജോയിയുടെ പണിയാണ് 5 കൊല്ലം. ആ പണി ജോയിനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കും. നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ചിലർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ ജോയി നിലമ്പൂക്കാരനാണെന്ന്. എന്നാലും നിലമ്പൂരാണല്ലോ, മൈസൂറിലൊന്നുമല്ല, അല്ലെങ്കിൽ ഡൽഹിയിലൊന്നുമില്ല. ഇവരൊക്കെ ഡൽഹിയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ വന്നവരാ. ഒരാൾ ലക്നൗ എന്ന് വന്ന ആളൊക്കെ ഉണ്ട്. आपके बारे में बोल रहे हैं, आप बहुत दूर से आया है, ऐसा तो नहीं है. जोई यहाँ बाजू में है, जोई बाजू से आया है. निलंबूर तो हमारा डिस्ट्रिक्ट है. और जोई ये ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 4-ാം തീയതി കഴിഞ്ഞാൽ ജോയി ഇവിടെ വീട് വെച്ച് താമസിക്കും. അങ്ങോട്ട് വിടൂല നമ്മൾ. കുറ്റിപ്പുറം പാലത്തിൻ്റെ അപ്പുറത്തേക്ക് വിടൂല, അപ്പുറത്ത് തന്നെ താമസിക്കും. അതിൽ യാതൊരു സംശയങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ എന്നല്ലേ. ഇനിയിപ്പോൾ ഞാനതൊന്നും പറയുന്നില്ല. ഒക്കെ പറഞ്ഞാൽ TV-കാരെ കണ്ട് ഇവിടെ പിടിക്കണ്ട. എന്നിട്ട് അതിന് ഒരു കോടതി അലക്ഷ്യം വരുത്തി എന്നൊന്നും പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. ജോയി ഇവിടെ താമസിക്കും. നിങ്ങളെ ആവശ്യത്തിന് ജോയി ഇല്ലാത്തവങ്ങൾ ഇന്ത്യ അടുത്ത് വന്നോളി, ഞാൻ ചെയ്തു തരും നിങ്ങളെ കാര്യം. ഓക്കെ. ഇനി ഏതായാലും ഞാൻ നീട്ടി പറഞ്ഞു സംസാരിക്കില്ല. ഇപ്പം നിങ്ങൾ നല്ല ഇൻട്രസ്റ്റിലാണ്. ഈ ഇൻട്രസ്റ്റ് ഇന്നോട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ പ്രഗത്ഭനായ സാരഥി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും നമ്മുടെ ഈ ജില്ലയിലെ ഒട്ടേറെ രാഷ്ട്രീയ സങ്കീർണ വിഷയങ്ങളിൽ ഒട്ടേറെ മത സൗഹാർദ്ദ
കലുഷിതമായ പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഒരു പാർട്ടിയുടെ ഒരു അഡ്മിനിസ്ട്രേറ്ററായി ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കൂടെ അഭിവന്ദനായ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കൂടെ ഒക്കെ ഒന്നിച്ച് നിൽക്കുന്ന അതിപ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയാണ് ജോയ്. നമുക്കൊരു കുട്ടിയാണ് എന്ന് തോന്നാമായിരിക്കാം. ചില ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, നിങ്ങൾ ക്രിസ്ത്യാനിക്കൊക്കെ എന്തിനാണ് വോട്ട് പിടിക്കുന്നത് എന്നൊക്കെ ചോദിച്ച ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ പറയുന്ന അവർ വലിയ മതേതരവാദികളാണ്, അവരാണ് ഈ രാജ്യത്തിൻ്റെ സോഷ്യലിസ്റ്റുകളൊക്കെ. അതൊക്കെ ഈ രാജ്യത്തെ ഏറ്റവും നിക്ഷിപ്തമായ താല്പര്യത്തിന് വേണ്ടി എന്ത് തോന്നിവാസവും പൊളിറ്റിക്സിൽ ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അതിനൊക്കെ ഒരു മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയണം. ജോയ് നമ്മുടെ ഈ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക വിഷയത്തിലൊക്കെ എടുത്തിട്ടുള്ള നിലപാട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരു മറുപടിയാണ് 9-ാം തീയതി ബാലറ്റിലൂടെ നമ്മൾ നൽകേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജോയ് നമ്മളോട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. കേസ് വരും, അതിനുശേഷം നമ്മൾ യോഗ അവസാനിപ്പിക്കും. അധ്യക്ഷൻ പ്രിയങ്കരനായ അബ്ദുള്ള കുട്ടിയാക്ക, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മതേതര കേരളത്തിൻ്റെ ഊർജവും ഉന്മേഷവും ആവേശവും ഒക്കെയായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകൾ, പ്രിയങ്കരനായ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് നയിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ സമുന്നതനായ UDF-ൻ്റെ നേതാവ് CP ബാവ ഹാജിക, പ്രിയപ്പെട്ട സുരേഷ് പൊൽപ്പാക്കൻ അവർകൾ, അഡ്വക്കേറ്റ് നസറുള്ള, പ്രിയപ്പെട്ട ഇബ്രാഹിം മുദുർ സാഹിബ്, പ്രിയപ്പെട്ട ഹൈദരാലിക്ക, ശ്രീ അലീം മെഹദി ഉൾപ്പെടെ AICC-യുടെ നിരീക്ഷകന്മാർ, പ്രിയങ്കരനായ ശ്രീ പി രാജീവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നമ്മുടെ കരുത്തനായ പാർലമെൻറ്റ് മെമ്പർ ഡോക്ടർ MB അബ്ദുൽ സമദ് സമദാനി സാഹിബ് ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാർ, AICC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും. ഏതായാലും ഈ മംഗലത്തെ പര്യടനം ഇന്ന് വളരെ ധന്യമായി സമാപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ തങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹിത സാന്നിധ്യം ഈ ചടങ്ങിന് വളരെയധികം ധന്യതയേകുകയാണ്. മതേതര കേരളം എന്നൊക്കെ പ്രതിസന്ധിയിൽ നേരിടുന്നുവോ അന്നൊക്കെ നമ്മൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് പാണക്കാടിൻ്റെ പൂമുഖ തറവാട്ടിലേക്കാണ്. ഈ കേരളത്തിലെ എല്ലാ കലുഷിതമായ വിഷയങ്ങളിലും പ്രതീക്ഷാപൂർവം അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു ജനകീയ കോടതിയായി, പരിഹാര കോടതിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കേരളത്തിൻ്റെ മതേതര കേരളത്തിൻ്റെ പടിമുഖത്ത് ഒരു പൂനിലാവിനെ പോലെ പ്രഭ പരത്തി നിൽക്കുന്ന പ്രിയപ്പെട്ട തങ്ങളുടെ സാന്നിധ്യം നമുക്ക് വലിയ ആവേശമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ മലപ്പുറം DCC-യുടെ പ്രസിഡൻ്റായിരിക്കുന്ന സമയം മുതൽ അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഓരോ വിഷയങ്ങളിലും പരിഹാരത്തിന് വേണ്ടി അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ തന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മെൻറ്റർ കൂടിയാണ് പ്രിയപ്പെട്ട തങ്ങൾ. അതുകൊണ്ടാണ് ഈ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ ഞാൻ കടന്നു വരുമ്പോൾ എനിക്ക് അദ്ദേഹമാണ് ഊർജം പകർന്നത്. ധൈര്യമായി ജോയ് തവനൂരിലേക്ക് പോയി വരൂ, ജയിച്ചു വരും എന്ന വാക്ക് പ്രിയപ്പെട്ട തങ്ങളാണ് എനിക്ക് നൽകിയത്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ തവനൂരിലേക്ക് വന്നത്. എന്ന് മാത്രമല്ല, കെട്ടിവെക്കാനുള്ള കാശും പ്രിയപ്പെട്ട തങ്ങളുടെ കൈകൊണ്ട് ഏറ്റുവാങ്ങിയിട്ടാണ് ഞാൻ ഈ തവനൂരിൻ്റെ മണ്ണിലെത്തിയിട്ടുള്ളത്. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളരെ ആവേശകരമായ നേതൃത്വം നൽകി അദ്ദേഹം തിരക്ക് പിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ യാത്രയ്ക്കിടയിലാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹിത സാന്നിധ്യത്തിന് ആത്മാർത്ഥമായ നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തവനൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതൊരു മാറ്റമാണ്. ഇവിടെ ബാബാജിക്ക സൂചിപ്പിച്ചു, 15 വർഷമായി ഈ നാട്ടിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾക്ക് നമ്മളൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഈ നാട്ടിൽ സാധാരണക്കാരൻ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഇന്ന് ഞങ്ങൾ ഈ മംഗലത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉമ്മമാരും അമ്മമാരും ഞങ്ങളോട് പറയുന്ന പരാതി കുടിക്കുവാൻ വെള്ളമില്ല എന്നാണ്. പുഴകളാലും നദികളാലും വലയം ചെയ്യപ്പെട്ടൊരു മണ്ഡലമാണ്. ഭാരതപ്പുഴയുണ്ട്, ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്ന് അത് ചോർന്നൊലിക്കുകയാണ്. കുടിക്കുവാൻ വെള്ളമില്ലാതെ പാവപ്പെട്ടവർ കഷ്ടപ്പെടുന്ന വല്ലാത്ത ഒരു സാഹചര്യം നമ്മുടെ മണ്ഡലത്തിൽ നിലനിൽക്കുകയാണ്. ഈ മണ്ഡലത്തിൽ തന്നെ മംഗലം കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് തകർന്നു കിടക്കുകയാണ്. നമ്മുടെ വാടിക്കൽ തൂക്കുപാലം തകർന്നു കിടക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ ആശുപത്രിയിൽ അടിയന്തര ചികിത്സാ സംവിധാനമില്ല. കിടത്തി ചികിത്സയ്ക്ക് ഒരു സംവിധാനവും ഏർപ്പെടുത്തിയിട്ടില്ല.
നമ്മുടെ തീരദേശത്ത് മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രയാസമാണ്. കാലങ്ങളായി അവരുടെ ആവശ്യമാണ് ഒരു ഫിഷ് ലാൻഡിംഗ് സംവിധാനം. ഇത് കേൾക്കുവാൻ, ഇതിന് ചെവി കൊടുക്കുവാൻ ഈ നാടിനൊരു നാഥനില്ല. കഴിഞ്ഞ 2.5 വർഷം ഇവിടെ ഒരു MLA സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഏതൊക്കെയോ പൊതുപ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ കാണാനില്ല എന്ന പരാതി വരെ കൊടുത്തു. ഞാൻ എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് ഉചിതമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൾ അമേരിക്കയിലെ സിലിക്കൺ വാലിയിൽ വലിയ ആഡംബര വസതി വാങ്ങി. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾക്ക് അമേരിക്കയിൽ പൗരത്വമുണ്ട്. അദ്ദേഹം ഇടയ്ക്ക് അമേരിക്കയിൽ പോയി വരികയാണ്. അദ്ദേഹം കഴിഞ്ഞ 2.5 വർഷം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉള്ള പരാതിയാണ്. അദ്ദേഹം തന്നെ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും പുതിയ സ്ഥാനാർത്ഥിയെ വെച്ചവർ പ്രവർത്തനം ആരംഭിച്ചു. വളരെ പൊടുന്നനെ തീരുമാനങ്ങൾക്ക് മാറ്റം വന്ന് അദ്ദേഹം മത്സരിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾ ഈ വിഷയങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ വളരെ പോസിറ്റീവായ പ്രതികരണമാണ്. ഒരു മാറ്റം ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുതന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. 15 വർഷമായി ഇനിയൊരു മാറ്റം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നിങ്ങളൊരവസരം നൽകണം. വികസനം എന്ത് എന്ന് ഈ നാടിനെ ബോധ്യപ്പെടുത്താൻ, മാറ്റം എന്ത് എന്ന് ഈ നാടിനെ അറിയിക്കാൻ ഞങ്ങൾക്കൊരവസരം നൽകണം. നമ്മുടെ അടുത്ത MLA-മാരുണ്ടല്ലോ. കുറിക്കോളി മീദിൻ സാഹിബുണ്ട്, ആബിദ് ഹുസൈൻ തങ്ങളുണ്ട്, തൊട്ടടുത്ത മണ്ഡലങ്ങളൊക്കെയുണ്ട്. അവിടെയൊക്കെ വികസനം കൊണ്ട് അവിടുത്തെ MLA-മാർ ആ നാടിനെ വിസ്മയിപ്പിക്കുകയാണ്. പക്ഷെ നമ്മുടെ നാടിൻ്റെ സ്ഥിതി എന്താ? തകർന്നു കിടക്കുന്ന റോഡുകളാണ്, പൊളിഞ്ഞു വീഴാറായ പാലങ്ങളാണ്, കാട് പിടിച്ച് കിടക്കുന്ന പാർക്കുകളാണ്, അടിസ്ഥാന സൗകര്യമില്ലാത്തത് കൊണ്ട് പൂട്ടിപ്പോവേണ്ടി വരുന്ന ആശുപത്രികളാണ്. വല്ലാത്ത പ്രതിസന്ധി ഈ നാട്ടിൽ നിഴലിച്ചു നിൽക്കുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാവണം. 15 വർഷത്തെ ഈ പറയുന്ന ദുരിതത്തിൽ നിന്നും നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമായി തിരഞ്ഞെടുപ്പിനെ കാണണം. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ ദുരിതപൂർണമായ ഭരണത്തിൽ നിന്നും മോചനത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കേരളത്തിലെ നല്ലവരായ ഇടതുപക്ഷ സഖാക്കൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി 3ാം ഭരണം ഇടതുപക്ഷത്തിനുണ്ടാവരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് നമ്മോടൊപ്പം നിലപാട് സ്വീകരിച്ച് മനസ്സിനകത്ത് നമുക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നവരാണ് കേരളത്തിലെ നല്ലവരായ സഖാക്കൾ. ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തെ എല്ലാ മേഖലയിലും കേരളത്തെ തകർത്തിരിക്കുകയാണ്. കേരളത്തിനെ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് നമ്മൾ വിശേഷിപ്പിച്ചത്. ദൈവത്തിൻ്റെ സ്വന്തം നാട്. ആ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് ദൈവങ്ങൾക്ക് രക്ഷയില്ല എന്ന് ശബരിമല കേസിൽ സുപ്രീം കോടതി വിധി പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ കേരളത്തിൻ്റെ അഭിമാനമാണ് ശബരിമല ക്ഷേത്രം. 41 ദിവസം വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടും തലയിലേന്തി അയ്യംവിളികളുമായി ശബരിമല ശാസ്താവിനെ കണ്ട് സായുജ്യമടയുന്നതിന് വേണ്ടി 18ാം പടി കയറുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തരുള്ള മണ്ണാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കാനന ക്ഷേത്രമാണ് ശബരിമല. ആ ശബരിമല ക്ഷേത്രത്തിൽ ആദ്യം ആചാര ലംഘനം ഉണ്ടാക്കാൻ ശ്രമം നടത്തി. അതിന് നമ്മൾ ചെറുത്തു തോൽപ്പിച്ചു. ഇപ്പോൾ അതിൻ്റെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് ചെമ്പ് പാളികളാണെന്ന വ്യാജ മെഗസറുണ്ടാക്കി കോടിക്കണക്കിനരുടെ അഴിമതി നടത്തിയിരിക്കുകയാണ്. ആ അഴിമതി നടത്തിയ പിണറായി വിജയനെതിരെ പ്രതികരിക്കാൻ നരേന്ദ്രമോദി തയ്യാറല്ല. രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കന്മാരെയും വേട്ടയാടുകയാണ്. രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നു, സോണിയാഗാന്ധിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, DK ശിവകുമാറിനെ ജയിലടയ്ക്കുന്നു, നമ്മുടെ P ചിദംബരത്തെ തുറങ്കിലടയ്ക്കുന്നു, അരവിന്ദ് കെജ്രിവാളിനെ ജയിലടയ്ക്കുന്നു, ഷിബു സോറനെ അറസ്റ്റ് ചെയ്യുന്നു, മമതാ ബാനർജിയുടെ വരെ വീട് റെയ്ഡ് ചെയ്യുകയാണ്. രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരെയും ഉന്നമിട്ട് അക്കമിട്ട് ED ഉപയോഗിച്ച്, CBI ഉപയോഗിച്ച്, കസ്റ്റംസിനെ ഉപയോഗിച്ച് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ നരേന്ദ്രമോദി വേട്ടയാടുമ്പോൾ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നരേന്ദ്രമോദി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതിനകത്ത് നരേന്ദ്രമോദിയുടെ ഒരു നിഴൽ മുഖ്യമന്ത്രിയായി RSSന്റെ ഒരു ഷാഡോ ക്യാബിനറ്റായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മാറിയിരിക്കുന്നു. PM ശ്രീയിൽ നമ്മളത് കണ്ടതാണ്, ലേബർ കോഡിൽ നമ്മളത് കണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് ഒരു ഡീലാണ്. കേരളത്തിൽ മതേതര ചേരി അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് കേരളത്തിൽ മതേതരത്വം ജയിക്കാൻ പാടില്ല. നരേന്ദ്രമോദിയുടെ ഇഷ്ടാനിഷ്ടങ്ങളും ഇംഗീതങ്ങളും കേരളത്തിൽ നടപ്പിലാക്കുന്ന ഇടതുപക്ഷത്തിനൊരു തുടർഭരണം ഉണ്ടാവണമെന്ന് നരേന്ദ്രമോദി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ജയിച്ചേ മതിയാവൂ. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ മതങ്ങളും ജാതികളും ഭാഷകളും വർഗങ്ങളും വൈജാത്യങ്ങളുമുള്ള രാജ്യമാണ്. ലോകത്തിലെ എല്ലാ മതങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തിലെ എല്ലാ ഭാഷകളും നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തിലെ എല്ലാ വർഗങ്ങളും വർണ്ണങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. 6 മുഖ്യ മതങ്ങളുണ്ട്, 6200 ജാതികളുണ്ട്, 7 മുഖ്യ വംശങ്ങളുണ്ട്, 52 വർഗങ്ങളുണ്ട്, 18 പ്രധാന ഭാഷകളും 16,000 ഉപഭാഷകളുമുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം.
താടി വെച്ചവരുണ്ട്, താടി വടിച്ചവരുണ്ട്, തൊപ്പി ധരിച്ചവരുണ്ട്, തലപ്പാവ് ധരിച്ചവരുണ്ട്, പൊട്ടുതൊട്ടവരുണ്ട്, തട്ടമിട്ടവരുണ്ട്. ഈ രാജ്യത്തിന്റെ പ്രത്യേകത വൈവിധ്യമാണ്. ആ വൈവിധ്യങ്ങളെ തകർത്ത് ഈ രാജ്യത്തെ ഒരു ഏകശില രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഈ രാജ്യത്ത് നടക്കുകയാണ്. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമം നടത്തുകയാണ്. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. കശ്മീരിന്റെ 370 വകുപ്പ് എടുത്തു കളഞ്ഞു. മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കി മാറ്റി. NIAക്ക് കൂടുതൽ അധികാരം കൊടുത്തു. UAPA നിയമം ഭേദഗതി ചെയ്തു. ഇങ്ങനെ ഓരോ അജണ്ടകൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. SIR നടപ്പിലാക്കി. ഈ രാജ്യത്തെ പൗരന്മാരുടെ പൗരത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് രാജ്യത്തിന്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പോലും ഹൈജാക്ക് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ ഈ രാജ്യം കൗതുകത്തോടെ ഉറ്റുനോക്കുന്നു. കേരളം എങ്ങനെ വിധിയെഴുതുന്നു? 100% സാക്ഷരതയുള്ള പ്രബുദ്ധ കേരളം ഈ രാജ്യത്ത് മതേതരത്വത്തെ ശക്തിപ്പെടുത്താൻ, രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് കരുത്തു പകരാൻ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിധിയെഴുതണം. ഈ രാജ്യത്തിനൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ആ പാരമ്പര്യം എന്ന് പറയുന്നത് ലോകത്തെവിടെ അടിച്ചമർത്തപ്പെട്ടവരുണ്ടോ ആ അടിച്ചമർത്തപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായിരുന്നു ഈ രാജ്യത്തിന്റെ പാരമ്പര്യം. അമേരിക്ക ഇന്ന് ഇറാന്റെ മേൽ ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് ആക്രമണം അഴിച്ചുവിടുകയാണ്. ഇറാനിലെ പിഞ്ചുമക്കൾ മുതൽ അവിടുത്തെ പരമാധികാരിയായിട്ടുള്ള ആത്മീയ അധ്യക്ഷൻ അയത്തുള്ള ഹുമൈനി വരെ ആ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ്. അമേരിക്കയുടെ ആദ്യത്തെ ആക്രമണമല്ല. പലസ്തീനിലെ ഗസ മുൻപിൽ ആളുകളെ കൊല്ലുവാൻ, പിഞ്ചുമക്കളെ കൊല്ലിടുവാൻ ബോംബിട്ടു. അവിടെ വെനീസ്വലയിൽ പോയി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുകയാണ്. ഓരോ രാജ്യത്ത് കടന്നു കയറുകയാണ്. ആ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നു കയറി അവിടുത്തെ ഗവൺമെന്റുകളെ അട്ടിമറിച്ച് പാവ ഗവൺമെന്റുകളെ പ്രതിഷ്ഠിക്കുവാനുള്ള നീക്കം അമേരിക്ക നടത്തുമ്പോൾ ഒരു കാലത്ത് ഇന്ത്യ രാജ്യം ഇത്തരത്തിലുള്ള അമേരിക്കയുടെ അധിനിവേശത്തിനെതിരെ പ്രതികരിക്കാൻ ഈ രാജ്യത്തിന് ധൈര്യമുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ പോലെ, ഇന്ദിരാഗാന്ധിയെ പോലെ, മൻമോഹൻ സിംഗിനെ പോലെ, ഈ അഹമ്മദ് സാഹിബിനെ പോലെയുള്ള നമ്മുടെ നേതാക്കന്മാർ അങ്ങനെ ഈ രാജ്യത്തിന്റെ എല്ലാ പാരമ്പര്യവും ഉയർത്തിപ്പിടിച്ച പാരമ്പര്യമാണ്. പ്രിയങ്കരനായ നമ്മുടെ നേതാവ് ശ്രീ ഇമ്രാൻ പ്രതാപ് ഖാർഗെജി ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് രാജ്യസഭാ മെമ്പറായി ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ 10,000-ങ്ങളെ ഉത്തരേന്ത്യയിൽ ആകർഷിക്കുന്ന ഏറ്റവും മികച്ച ഒരു ഉറുദു കവി കൂടിയായിട്ടുള്ള നല്ലൊരു സാംസ്കാരിക നേതാവായി രാജ്യത്തിന്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായ ഒരു രാഷ്ട്രീയ നേതാവായി ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വളർന്ന് പടർന്നു വന്തലിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ രാജ്യസഭാ മെമ്പർ പ്രിയപ്പെട്ട ഇമ്രാൻ പ്രതാപ് ഖാർഗെജിയാണ് കടന്നു വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ സദസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഈ രാജ്യത്തിനൊരു നിലപാടുണ്ടായിരുന്നു. അമേരിക്കക്കെതിരെ, അതിന്റെ അധിനിവേശ നിലപാടുകൾക്കെതിരെ, ഇസ്രായേലിനെ കൂട്ടുപിടിച്ചവർ നടത്തുന്ന കാടത്തത്തിനെതിരെ അരുത് എന്ന് കൽപ്പിക്കാൻ, നിർത്ത് എന്ന് ആജ്ഞാപിക്കാൻ ആർജവമുള്ള ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. അത് പഴയ ഇന്ത്യയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യ, ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യ, മൻമോഹൻ സിംഗും ഈ അഹമ്മദ് സാഹിബും വരെയുള്ള ഇന്ത്യയുടെ നേതാക്കന്മാർ ആ പാരമ്പര്യത്തെയും പൈതൃകത്തെയും മുന്നോട്ട് കൊണ്ടുപോയി. നമ്മുടെ ശബ്ദം ലോകം ശ്രദ്ധ വെച്ച് കേട്ടിരുന്നു. ഇന്ന് ഈ രാജ്യത്തിന്റെ ശബ്ദത്തിനൊരു വിലയുമില്ല. അമേരിക്കയുടെ മനോരോഗിയായ പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടിമക്കൂട്ടമായി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ന് മാറിയിരിക്കുകയാണ്. ഈ രാജ്യത്തെ സാധാരണക്കാരൻ പ്രതിസന്ധിയിലാണ്. നമ്മുടെ ഹോട്ടലുകളിൽ അടച്ചുപൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് സിലിണ്ടർ ലഭ്യമല്ല. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ എന്ന് പറയുന്നത് ഗൾഫ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മലർവാടിയായ ഗൾഫ് രാജ്യങ്ങളാണ്. പശ്ചിമേഷ്യയിൽ ഇന്ന് വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ സഹോദരങ്ങൾ വലിയ ആശങ്കയിലാണ്. അവിടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പ്രതിസന്ധിയിലാക്കുന്ന വിധം പശ്ചിമേഷ്യ പ്രതിസന്ധിയിലാകുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തെ ഹോട്ടലുകൾ പോലും ഗ്യാസ് സിലിണ്ടർ കിട്ടാതെ അടച്ചുപൂട്ടപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണ്? ഈ യുദ്ധം നിർത്തണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെടാൻ, ലോകരാജ്യങ്ങളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തിന് ഒരു നിലപാടെടുക്കാൻ കഴിയുമായിരുന്നു. ഇന്നലകളിൽ രാജ്യത്തിന്റെ പാരമ്പര്യം അതായിരുന്നു. അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും ശാക്തിക ചേരികൾക്കെതിരായി ചേരിചേരാ നയം എന്ന രീതിയിൽ ലോകരാജ്യങ്ങളെ, 3 ലോകരാജ്യങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ശബ്ദം ലോകത്ത് വേറിട്ട് നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ രാജ്യത്തിന്റെ ശബ്ദം ഇന്ന് അമേരിക്കയുടെ ഏറാൻ മൂളികൾക്ക് സമമായി ഈ രാജ്യത്തിന്റെ ശബ്ദം ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനൊരു മാറ്റം വരണം. ലോകത്ത് സമാധാനത്തിന് വേണ്ടിയുള്ള ശബ്ദമായി ഇന്ത്യയുടെ ശബ്ദം തിരിച്ചു വരണം. ആ ഇന്ത്യയെ നമുക്ക് വീണ്ടെടുക്കണം. ഈ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യത്തെ യുദ്ധത്തിനെതിരായിക്കൊണ്ട്, ഫാസിസത്തിനെതിരായിക്കൊണ്ട്, ആഗോളതലത്തിൽ അമേരിക്ക ഉയർത്തുന്ന ഫാസിസത്തിന്റെ ഇന്ത്യൻ പ്രതിരൂപമാണ് നരേന്ദ്രമോദി. തീർച്ചയായും
ആ രണ്ട് ശക്തികളും ലോകത്തിന് ആപത്താണ്. നമ്മൾ സമാധാനത്തിന്റെ ഈ ശത്രുക്കളെ, ഇരുട്ടിന്റെ കൂട്ടുകാരെ ഈ തെരഞ്ഞെടുപ്പിൽ തുറന്ന് കാട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ, ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ, 10 വർഷക്കാലത്തെ ഈ കേരളത്തിലെ ഇടതുപക്ഷ ദുരിതത്തിൽ നിന്ന് പുറത്തു വരാൻ, 15 വർഷക്കാലത്തെ തവനൂരിന്റെ വികസനപരമായ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാവാൻ ഐക്യ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിക്കണമെന്നാണ് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോട്, വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്. ഒന്ന് മാത്രം ഞാൻ പറയുന്നു. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി ഈ മണ്ഡലവുമായി ബന്ധമുണ്ട്. 2011 ഒരു KSUവിന്റെ പ്രവർത്തകനായിരിക്കുമ്പോൾ ശ്രീ VV പ്രകാശ് മത്സരിക്കുന്ന സമയത്ത് ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും പ്രസംഗിക്കുവാനും വന്ന കാലം മുതൽ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. 4 വർഷം മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ്. തവനൂർ എൻ്റെ കർമ്മമണ്ഡലമാണ്. ആ കർമ്മമണ്ഡലത്തിലേക്ക് തന്നെയാണ് ഞാൻ മത്സരിക്കാൻ വന്നത്. ഇടതുപക്ഷത്തിന്റെ ആളുകൾ, രാഷ്ട്രീയമൊന്നും അറിയാത്ത ആളുകളുടെ മുമ്പിൽ ചെന്ന് തെറ്റിദ്ധാരണ പരത്തുകയാണ്. ഞാൻ ഏതോ മറുനാട്ടുകാരനാണ്, എവിടെ നിന്നോ കെട്ടിയിറക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണെന്ന തരത്തിലുള്ള പ്രചരണമൊക്കെ നടത്തുന്ന ആളുകളോട് ഞാൻ ഒരു മറുനാട്ടുകാരനുമല്ല, നല്ലൊന്നാന്തരം മലപ്പുറംകാരൻ തന്നെയാണ്. ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ ജനിച്ച്, ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ ജീവിച്ച്, ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ തന്നെ അലിഞ്ഞു ചേരണമെന്ന് ആഗ്രഹിക്കുന്ന, മലപ്പുറത്തിന്റെ മണ്ണും മനസ്സും മനവും മനസ്സിലാക്കിയിട്ടുള്ള നല്ല പച്ച മനുഷ്യനാണ്, നല്ല ഒന്നാന്തരം മലപ്പുറംകാരൻ തന്നെയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ എന്നെ നിങ്ങൾ വിജയിപ്പിക്കണം. ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോട് പറയാനുള്ളത്, ഒരു മാറ്റത്തിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു അവസരം നൽകണം. 15 വർഷം നമുക്കൊരു MLA ഉണ്ട് ഇവിടെ. അദ്ദേഹത്തെ കാണണമെങ്കിൽ, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ, ഒരു സൈൻ മേടിക്കണമെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരനായ വോട്ടർ വളാഞ്ചേരിയിലേക്ക് ബസ് കയറി പോവേണ്ടുന്ന സാഹചര്യമായിരുന്നു. ഞങ്ങൾ പറയുന്നു, ഐക്യ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിച്ചാൽ MLA കാണാൻ കുറ്റിപ്പുറം പാലം കടന്ന് അപ്പുറത്ത് പോവേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഈ തവനൂരിൽ താമസിച്ച്, ഈ തവനൂരിൽ ജീവിച്ച്, ഈ തവനൂരിൽ പാവപ്പെട്ട സാധാരണക്കാരുടെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും നിങ്ങളുടെ ഒരു മകനായി, നിങ്ങളുടെ ഒരു സഹോദരനായി, നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പായി, ഒരു കുടുംബാംഗമായി ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ ഉറപ്പു നൽകുകയാണ്. കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനയത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, VS ജോയി എന്ന വ്യക്തിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിക്കേണ്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവുകയില്ല എന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. എനിക്ക് വോട്ട് ചോദിച്ചതിന്റെ പേരിൽ ഒരാളുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, അടിമുടി മതേതരത്വം ജീവശ്വാസമായി സ്വീകരിച്ച മതേതര ആശയങ്ങൾ പൂർണ്ണമായും അർത്ഥപൂർണമായി ഉൾക്കൊള്ളുന്ന ആ പാരമ്പര്യത്തിൽ ഊന്നി നിന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു തിരഞ്ഞെടുപ്പിലല്ല, 1000 തിരഞ്ഞെടുപ്പിൽ തോൽക്കേണ്ടി വന്നാലും, ഒരു വോട്ടല്ല 1 കോടി വോട്ട് നഷ്ടപ്പെട്ടാലും മതേതരത്വത്തിൽ 1 ഇഞ്ച് വെള്ളം ചേർക്കാത്ത കറകളഞ്ഞ അടിമുടി മതേതരവാദിയായി ഞാൻ ഈ മണ്ണിൽ നിങ്ങളോടൊപ്പം മരിക്കുമ്പോളം ഉണ്ടാകും എന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഈ മഹാസമ്മേളനം വിജയിപ്പിച്ച നിങ്ങളെല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളുടെ ഹൃദയകവാടത്തിൽ കൈകളമർത്തി താഴ്മയോടെ, വിനയത്തോടെ, വളരെ വളരെ വിനയത്തോടെ വീണ്ടും ഒരിക്കൽ അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവന്ദനായ IICCയുടെ മൈനോറിറ്റി സെല്ലിൻ്റെ ചെയർമാൻ കൂടിയായ MP കൂടിയായിട്ടുള്ള ഇമ്രാൻ പ്രതാപ് ഗഡി നമ്മെ അഭിസംബോധന ചെയ്യും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സമാധാനം അത് പരിഭാഷപ്പെടുത്തും. Okay. KC Venugopal ji is coming. Welcome him. लेके आ जाओ. Then we'll start. That will be good. അദ്ദേഹത്തിന് കടന്നു വരാനുള്ള സൗകര്യം വേഗം ഒരുക്കി കൊടുക്കുകയും, നമുക്ക് ഒരു 30 മിനിറ്റാണ് ഉള്ളത്. ഇവർ 2 പേരെ പ്രസംഗമുണ്ട്. അപ്പം എല്ലാവരും ഈ സ്റ്റാൻഡ് അങ്ങ് ഇറക്കിക്കോളൂ. ഇതങ്ങ് ഇറക്കി അദ്ദേഹം വന്നാൽ ഒരു വിഷയമാണ്.
ऑनरेबल केसी वेणुगोपाल जी, मोहतरम सादिक अली थंगल साहब, समद समदानी साहब, वीएस जॉय जी, आर माइनॉरिटी चेयरपर्सन मिस्टर जकीर हुसैन साहब, मिस्टर डीके ब्रजेश जी, अली मेहंदी साहब, फरहान आजमी जी, सैफ अली नकवी जी, नसीर साहब, सोजी जैकब जी, जीनल गाला जी, ऑल यूडीएफ लीडर्स। मैं पहली बार आया हूं, मुझे मलयालम नहीं आती, मैं हिंदी उर्दू में बात करूंगा और मुझे पूरा भरोसा है कि आप समझेंगे। समझ लेंगे या ट्रांसलेटर के साथ बोलना पड़ेगा? समझ लेंगे? थैंक यू, थैंक यू। मैं पहली बार आया हूं और बीएस जॉय जी कांग्रेस पार्टी के यूडीएफ के डायनामिक कैंडिडेट हैं और वेणुगोपाल जी का बड़ा सपोर्ट, समर्थन, आशीर्वाद उनको प्राप्त है। सादिक अली थंगल साहब हमारे यूडीएफ के सीनियर लीडर यहां पे मौजूद हैं। पूरे स्टेट में यूडीएफ का एक वेव है, एक लहर है, एक हवा है। मैं पूरे केरला में डिफरेंट जगहों पर जा रहा हूं, जहां भी जा रहा हूं केसी सर, लोग एक ही सवाल कर रहे हैं कि स्वर्णम कट्टद आरप्पा। एवरीवन इज आस्किंग स्वर्णम कट्टद आरप्पा, स्वर्णम कट्टद आरप्पा। मैंने थोड़ी थोड़ी मलयालम सीखनी शुरू कर दी है, लेकिन आपको एक चीज ये समझना है कि 10 साल की एलडीएफ की सरकार में पिनरई विजयन साहब ने पूरे स्टेट में बड़े बड़े बोर्ड लगा रखे हैं। सिंगल फेस दिख रहा है पिनरई विजयन का, सेम वैसे ही जैसे नरेंद्र मोदी का सिंगल फेस दिखता है। एक ही पीआर एजेंसी, एक जैसा रिलेशन। लोग पूछ रहे हैं कि मोदी जी और पिनरई विजयन का क्या रिलेशन है? मैंने कहा वही है जो ट्रंप और नरेंद्र मोदी जी का है। मोदी जी ने वहां सरेंडर किया हुआ है, पिनरई विजयन जी ने यहां सरेंडर किया हुआ है। एलडीएफ और एनडीए का क्लियर अलायंस दिख रहा है। ऐसे में आप सबसे रिक्वेस्ट है कि यूडीएफ की गवर्नमेंट फॉर्म होने जा रही है और आप बीएस जॉय जी को एमएलए बना करके असेंबली पहुंचाएंगे तो एक मजबूत लीडरशिप आपको मिलेगी। यहां समद समदानी साहब बैठे हैं, सादिक अली थंगल साहब बैठे हैं। जिस तरह से यूडीएफ यूनाइट होकर के इस इलेक्शन में लड़ रहा है, वो हमारी जीत का सबसे बड़ा सिंबल है कि हम यूनाइट होकर के मजबूती के साथ इलेक्शन लड़ रहे हैं। पिनरई विजयन साहब के पास बोर्ड के लिए पैसा है, लेकिन आशा वर्कर्स के लिए पैसा नहीं है। हम 5 गारंटीज की बात कर रहे हैं, 25 लाख का हेल्थ इंश्योरेंस फ्री फॉर एवरी केरला पीपल, ओमान चंडी जी के नाम पर। हम कह रहे हैं कि यूडीएफ की गवर्नमेंट फॉर्म होते ही सारी विमेन के लिए बसेस में फ्री पासेस, सारी गर्ल्स स्टूडेंट्स के लिए स्कॉलरशिप, यंगस्टर्स के लिए जॉब, बिजनेस के लिए इंटरेस्ट फ्री लोन और सीनियर सिटीजन के लिए पेंशन स्कीम। हम 5 गारंटीज की बात कर रहे हैं और हमारी गारंटीज, यूडीएफ की गारंटीज राहुल गांधी की प्रॉमिसेस हैं, नरेंद्र मोदी और पिनरई विजयन के झूठे प्रॉमिसेस नहीं है। मैं लंबी स्पीच नहीं करूंगा, हमें केसी जी को सुनना है। थैंक यू केसी सर, आपने पूरे केरला में एआईसीसी के तमाम जो लीडर्स हैं उनको यहां पर डिप्यूट किया हुआ है और हम पूरे स्टेट में जा रहे हैं, केरला का कल्चर सीख रहे हैं। मैंने तो कल मुंडू भी मंगवा लिया है कि मुंडू पहनेंगे यहां पर, यहां के कल्चर को, यहां की तहजीब को सीखेंगे, लैंग्वेज सीखेंगे। तो आप सबको बहुत बधाई। मैं एमपी बाद में हूं, मेंबर ऑफ पार्लियामेंट हूं, लेकिन पोएट पहले हूं। तो एक छोटी सी पोएम सुना करके अपनी स्पीच खत्म करूंगा। एक नारा जो पूरे स्टेट में सुनाई पड़ रहा है, केरलम जयकुम यूडीएफ नईकुम। मैंने इसको पोएम बनाई, एक लाइन मलयालम की और
थोड़ा सा उर्दू और हिंदी के केरलम जयकुम यूडीएफ नयकुम, केरलम जयकुम यूडीएफ नयकुम, केरलम जयकुम यूडीएफ नयकुम, केरलम जयकुम यूडीएफ नयकुम, केरलम जयकुम। के पिनरई की मोदी जी से यारी ना चलेगी, समझ में आ रहा है ना? कि पिनरई की मोदी जी से यारी ना चलेगी, केरला में झूठ की बीमारी ना चलेगी। कि पिनरई की मोदी जी से यारी ना चलेगी, केरला में झूठ की बीमारी ना चलेगी। मिलके यही नारा लगाएंगे हम तुम, केरलम जयकुम यूडीएफ नयकुम, केरलम जयकुम यूडीएफ नयकुम, केरलम जयकुम यूडीएफ नयकुम, केरलम जयकुम। लास्ट लाइन, एक स्लोगन पूरे केरला में सुनाई पड़ रहा है कि केरला में एमएलए की सेंचुरी लगाना है। यूडीएफ 100, सर आई एम लर्निंग मलयालम। केरला में एमएलए की सेंचुरी लगाना है, लेकिन सेंचुरी कब लगेगी? जब बीएस जॉय ओपनिंग करेंगे। पहला एमएलए, पहली जीत तवनूर में होनी चाहिए, होगी या नहीं? यस। कि केरला में एमएलए की सेंचुरी लगाना है, केरला में एमएलए की सेंचुरी लगाना है। मोदी जी के दोस्तों को गद्दी से हटाना है। केरला में एलडीएफ हो जाएगी गुम, केरला में एलडीएफ हो जाएगी गुम, केरलम जयकुम यूडीएफ नयकुम, केरलम जयकुम यूडीएफ नयकुम, केरलम जयकुम यूडीएफ नयकुम, केरलम जयकुम। आप बहुत लकी हैं कि आपके पास केसी वेणुगोपाल जी जैसी लीडरशिप है, जिनको राहुल गांधी जी का सबसे बड़ा ट्रस्ट हासिल है। और हम नॉर्थ इंडिया के लोग इस बात पे बहुत प्राउड फील करते हैं कि हमारी लीडरशिप केसी वेणुगोपाल जी ऑर्गेनाइजेशन में कर रहे हैं। तो एक बार जोरदार ताली यहां सारे लीडर्स के लिए, एक बिग क्लैप फॉर एवरीवन, फॉर द स्पेशली वेणुगोपाल जी, फॉर द सादिक अली थंगल साहब। और थैंक यू सादिक अली थंगल साहब, आपको हमने रोजा अफ्तार की दावत दी और आप दिल्ली हमारे यहाँ रोजा अफ्तार की दावत पर आए, उसके लिए आपका शुक्रिया। वीएस जॉय जी को एमएलए बना करके असेंबली में पहुंचाइए, यूडीएफ की सेंचुरी लगाइए, हम यहां गवर्नमेंट फॉर्म करने जा रहे हैं। थैंक यू। നമ്മളെ സമാപന സമ്മേളനത്തിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തി ഈ സമ്മേളനത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാകാര്യ ചുമതലയുള്ള ബഹുമാന്യനായ നമ്മുടെ നേതാവ് കെ.സി. വേണുഗോപാൽ എം പി അവർകളാണ്. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ മാർഗദർശിയായിട്ടുള്ള നേതാവ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട ഇമ്രാൻ പ്രതാപ് ഗഡി, പ്രിയപ്പെട്ട സമദാനി സാഹിബ്, ഈ വേദിയിലെ ബഹുമാന്യരായിട്ടുള്ള UDF-ൻ്റെ പ്രഗത്ഭരായ നേതാക്കളെ, കേരളത്തിന് പുറത്തുള്ള നേതാക്കളെ, സഹപ്രവർത്തകർ, തവനൂരിലെ പോരാട്ടം കേരളമാകെ ഉറ്റുനോക്കുന്ന പോരാട്ടങ്ങളിൽ ഒന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭം തൊട്ട് നമുക്കറിയാം, ആദ്യം തുടങ്ങി വെച്ച ആൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ PR ഏജൻസി നിർദ്ദേശിച്ചനുസരിച്ച് ഹിന്ദുവിലൊരു അഭിമുഖം കൊടുത്തു. നിങ്ങൾക്കറിയാം. ആ അഭിമുഖം എന്തായിരുന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. കേരളത്തിൻ്റെ സാമ്പത്തിക, വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിൽ
മറ്റെല്ലാ ജില്ലകളെ പോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലായി പങ്കാളിത്തം വഹിക്കുന്ന മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ ആ പരാമർശം പിന്നീട് അദ്ദേഹം തിരുത്തി പറഞ്ഞെങ്കിലും അദ്ദേഹം PR അദ്ദേഹം മറന്നുപോയ ഒരു പാരമ്പര്യമുണ്ട് മലപ്പുറത്ത്. എനിക്ക് ഓർമ്മയുള്ളത് പല സംഭവങ്ങളുണ്ട്. മലപ്പുറത്തിൻ്റെ മതേതരത്വ മാതൃകയ്ക്ക് അത് ബാബറി മസ്ജിദ് തകർന്നപ്പോൾ അങ്ങാടിപ്പുറം ക്ഷേത്രം കത്തി നിൽക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ ഇവിടെയൊക്കെ എരുതിയിൽ എണ്ണയൊഴിക്കാതെ എരുതിയിൽ വെള്ളമൊഴിച്ച് തീർത്തത് പാണക്കാട് കുടുംബമായിരുന്നു എന്നുള്ള കാര്യം കേരളം ഒരു കാലത്തും മറക്കാത്ത രാഷ്ട്രീയ സത്യം. ഇതിന് മറ്റൊരു കാര്യം മലപ്പുറം കാണിച്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും 96-95 കാലഘട്ടത്തിൽ ശ്രീ കെ കരുണാകരൻ മാറി AK ആന്റണി മുഖ്യമന്ത്രിയായി. AK ആന്റണിക്ക് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് ആവശ്യമായിരുന്നു. അന്ന് പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗും പറഞ്ഞു തിരൂരങ്ങാടിയിൽ വന്ന് മത്സരിക്കാൻ. AK ആന്റണി എന്ന് പറയുന്ന നേതാവ് കേരളത്തിലെ ഏത് സീറ്റിലും മത്സരിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അന്ന് ഇവിടെ വിളിച്ച് മത്സരിപ്പിച്ചത് മുസ്ലിം ലീഗും പാണക്കാട് കുടുംബവുമാണ്. കേരളത്തിൻ്റെ യഥാർത്ഥ കേരള സ്റ്റോറി മലപ്പുറം കാണിച്ചു കൊടുത്തത് ഈ 3-4 സംഭവങ്ങളിലൂടെയാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുന്നു എന്ന് മാത്രം. ഇപ്രാവശ്യവും നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ പരിഗണിച്ച 2 പേരുകളായിരുന്നു. ഐക്യമുന്നണി നേതാക്കന്മാർക്കറിയാം, തങ്ങൾക്കറിയാം. ഒന്ന് ആര്യാടൻ ഷൗക്കത്തും VS ജോയി. ഈ 2 പേരുകളാണ് പരസ്യം. അത് രഹസ്യമൊന്നുമല്ല, പരസ്യമാണ്. ആ 2 പേരുകൾ പരിഗണിച്ചപ്പോൾ ഒരാളെയല്ലേ തീരുമാനിക്കാൻ പറ്റൂ. അവിടെ ആര്യാടൻ ഷൗക്കത്താണ് ആ സാഹചര്യത്തിൽ നല്ലത് എന്ന് UDFും കോൺഗ്രസ് പാർട്ടിയും തീരുമാനിച്ച് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി. എല്ലാവരും പ്രതീക്ഷിച്ചത്, പ്രതിപക്ഷത്തിലുള്ള എല്ലാവരും പ്രതീക്ഷിച്ചത് അവിടെ വേറൊരു വിമത ശബ്ദം ഉണ്ടാകും, വേറിട്ട ശബ്ദം ഉണ്ടാകും, കോൺഗ്രസ്സിൽ വലിയ കലാപം നടക്കും, വലിയ പ്രയാസമായിരിക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ അവിടെ ഷൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടി ആദ്യം രംഗത്തിറങ്ങിയതും അവസാനം വരെ നിന്നതും VS ജോയി എന്ന് പറയുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായിരുന്നു. ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞങ്ങളോടും കുഞ്ഞാലിക്കുട്ടി സാഹിബോടും ചോദിച്ചു, ഞങ്ങൾ തവനൂരിൽ ജോയി മത്സരിക്കാവോ? എനിക്കവിടെ സന്തോഷം തോന്നിയത്, അഭിമാനം തോന്നിയത് അവിടെയാണ്. AK ആന്റണിക്ക് ഒരുപാട് സീറ്റുണ്ടായിട്ടും തിരൂരങ്ങാടിയിൽ മത്സരിച്ച് ജയിക്കണമെന്ന് പറഞ്ഞും വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച അതേ ലീഗും പാണക്കാട് കുടുംബവും പറഞ്ഞു തവനൂരിൽ ജോയി അയക്കൂ, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റോളാം. ഇതാണ് മലപ്പുറത്തിൻ്റെ കേരള സ്റ്റോറി. ഇതാണ് മലപ്പുറം മുന്നോട്ട് വെക്കുന്ന കേരള സ്റ്റോറി. അല്ലാതെ വാടകയ്ക്കെടുത്ത് പല സിനിമക്കാരനും കൊണ്ടുവന്ന് നടത്തി ഈ നാടിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വർഗീയതയുടെ ഏറ്റവും വലിയ കോമരങ്ങളാക്കി മാറ്റുന്ന കേരള സ്റ്റോറിയല്ല. നരേന്ദ്രമോദി പഠിക്കേണ്ടത് ഈ കേരള സ്റ്റോറിയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അഭിമാനപൂർവ്വം പറയുന്നത്. കേരളമാകെ ഞാൻ സഞ്ചരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. തങ്ങളും പോകുന്നുണ്ട് എല്ലായിടത്തും. ആദ്യം തുടങ്ങിയപ്പോൾ ഒരു ചെറിയ ചെറിയ കാറ്റായിരുന്നു. ആ കാറ്റ് ഓരോ ദിവസം കൂടുമ്പോഴും ശക്തിപ്പെട്ട് വന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാം, കേരളം UDFിൻ്റെ തരംഗത്തിലേക്ക് ആഞ്ഞടിക്കുകയാണ്. കൃത്യമായ തരംഗം. എന്തുകൊണ്ടാണ്? 10 കൊല്ലമായി സഹിക്കാവുന്നതിനപ്പുറം നമ്മൾ സഹിച്ചു. ഇത് സഹിക്കാവുന്നതിനപ്പുറം സഹിച്ചു. ഇവിടുത്തെ ചെറുപ്പക്കാർ നിരാശരാണ്. PSC പരീക്ഷ എഴുതി 1ാം റാങ്ക് നേടിയാലും അവന് ജോലിയില്ല. സഖാവിൻ്റെ ബന്ധുവിന് പിൻവാതിലൂടെ ജോലി ഉണ്ട്. അത് ആവർത്തിക്കാൻ പറ്റുമോ?
ആശുപത്രികളിൽ പോയാൽ, സർക്കാർ ആശുപത്രി പോയാൽ സർജറി നടക്കും, പക്ഷെ സർജറിയോടൊപ്പം വയറ്റിൽ കത്രിക കൂടി വരും എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അത് ഒരു സ്ഥലത്താണെങ്കിൽ ഒറ്റപ്പെട്ട സംഭവം നമുക്ക് പറയാം, ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തായി മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ആരോഗ്യ കേരളം ഇന്ന് വെന്റിലേറ്ററിലാണ്. ഈ വെന്റിലേറ്ററിലായിട്ടുള്ള ആരോഗ്യ കേരളത്തെ രക്ഷപ്പെടുത്തി എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവിടെ ഇമ്രാൻ ഭായ് പറഞ്ഞതുപോലെ അത്യുജ്വലമായൊരു സ്കീം നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് സ്മാരകം വേണമെന്ന് പലരോടും നമ്മോട് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്ക് സ്മാരകം ഉണ്ടാക്കുന്നത്? ഉമ്മൻചാണ്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സ്മാരകമാണ് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. അദ്ദേഹം സ്വർഗത്തിലിരുന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവും, സംശയമില്ല. നമ്മളിവരെ എതിർക്കുമ്പോഴും ഇവരുടെ എല്ലാ തെറ്റുകളും പറയുമ്പോഴും ആ തെറ്റുകളെ മാത്രം പറഞ്ഞു പോവുകയല്ല, കേരളം എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ, അതാണ് ഇവിടെ ഗ്യാരണ്ടി. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇമ്രാൻ പറഞ്ഞു, തങ്ങളും പറഞ്ഞിട്ടുണ്ടാവും, എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ധ്യ ഏറ്റവും ഒടുവിൽ നിൽക്കുന്നത് എവിടെയാണ്? രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞു, സത്യത്തിൽ മത്സരം 2 മുന്നണികൾ തമ്മിലാണ് ഇവിടെ. ഇവിടെ ത്രികോണമൊന്നുമില്ല, മത്സരം 2 മുന്നണികൾ തമ്മിൽ. ഒരു ഭാഗത്ത് BJP-യും CPM തമ്മിലുള്ള പരസ്പര സഹായ സംഘത്തിൻ്റെ മുന്നണിയും, മറുഭാഗത്ത് ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ. ഞാൻ പാലക്കാട് നിന്നാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. പാലക്കാട്ട് സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ഡിസൈൻ എന്തായിരുന്നു CPM-ന്? സീറ്റ് 19 സീറ്റ് 2020 കൊടുക്കാനുള്ള ഡിസൈൻ BJP-ക്ക് NDA-ക്ക് എന്തായിരുന്നു? ഇതിനാണ് ഡീൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡീല് അവരുടെ 2 അണികളും കൂടെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മൾ ഡീലിനെ കുറിച്ചൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇവർ ഡീല് നടത്തിക്കോട്ടെ, പക്ഷേ UDF ജനങ്ങളുമായിട്ടുള്ള ഡീലുള്ളതുകൊണ്ട് UDF ജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. പക്ഷേ ഒരു കാര്യം ഇവിടെ ഉള്ളത്, അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളെയെല്ലാം മാറ്റിവെച്ചിട്ടുള്ള ഒരു സർക്കാർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്, നമുക്ക് അവരോട് വിരോധമൊന്നുമില്ല. ഓരോരാൾക്കും ഓരോ പാർട്ടി വിശ്വാസം ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കമ്മ്യൂണിസം ഇല്ലാതായി മാറണം എന്നല്ല നമ്മളാരും ആഗ്രഹിച്ചത്. അത് BJP ആഗ്രഹിക്കുന്ന പോലെ കോൺഗ്രസ് മുക്ത ഭാരതമൊന്നും നമ്മളാരും പറയാറില്ല. ഒരു പാർട്ടി ഇല്ലാതാകണമെന്നും ആഗ്രഹിക്കില്ല. ജനാധിപത്യത്തിൽ പാർട്ടികളെല്ലാം ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ CPM ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് UDF-കാരെ പോലെ തന്നെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കൂടിയാണ്. കാരണം അവർ കണ്ട കമ്മ്യൂണിസം അല്ല ഇന്നത്തെ 10 കൊല്ലമായി പിണറായിയുടെ കമ്മ്യൂണിസം. അവരാഗ്രഹിച്ച ഭരണമല്ല പിണറായിയിൽ നിന്നുണ്ടാകുന്നത്. വാക്കൊന്ന്, പ്രവൃത്തി വേറൊന്ന്. സാധാരണക്കാരൻ്റെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അവർക്ക് ഒരു പ്രശ്നവുമില്ല. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൽ പ്രധാനമായ പ്രശ്നങ്ങൾക്ക് ഒരു വിലയുമില്ല. മറിച്ച് അവർക്കിഷ്ടമുള്ള ചങ്ങാത്ത മുതലാളിമാരുമായി ചേർന്നുകൊണ്ട് അവരുടെ സ്വന്തക്കാരെയും അവരെയും കേസുകളിൽ പെട്ടുപോയിരിക്കുന്ന ആളുകളെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഇന്ന് നമ്മുടെ സാക്ഷാൽ മുഖ്യമന്ത്രി ഇരിക്കുന്നത് എന്നുള്ള കാര്യം അങ്ങ് ഇപ്പോൾ സത്യത്തിൽ നമ്മൾ രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞു കൃത്യമായിട്ടത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. മോദി ട്രംപിനെ മുമ്പിൽ എങ്ങനെയാണോ കീഴടങ്ങുന്നത് അതുപോലെയാണ് പിണറായി വിജയൻ മോഡിയുടെ മുമ്പിൽ കീഴടങ്ങുന്നത്. നല്ല ചെയിനാണ്. കൃത്യമായിട്ട് ഒരു കാർട്ടൂൺ വരച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. മോദി ട്രംപിൻ്റെ മുമ്പിൽ കീഴടങ്ങുന്നു, പിണറായി മോഡിക്ക് മുമ്പിൽ കീഴടങ്ങുന്നു. മോഡിക്ക് കീഴടങ്ങാതിരിക്കാൻ പറ്റില്ല. കാരണം 1-2 കാര്യങ്ങളുണ്ട്. എപ്സ്റ്റീൻ ഫയലിൻ്റെ കാര്യം പറയുന്നുണ്ടെന്ന് പറഞ്ഞ് മോഡിക്ക് ഭയപ്പെടാനുണ്ടാവുമായിരിക്കും. അഡാനിയുടെ കേസുണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഭയപ്പെടാനുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് അമേരിക്ക തീരുമാനിക്കുന്നിടത്ത് ഇന്ത്യ നിന്ന് കൊടുക്കുമോ? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ നമ്മളൊന്ന് നോക്കിയേ. ഇന്ത്യയുടെ വിദേശ നയം നമ്മൾ നോക്കിയേ. ഇറാൻ്റെ പരമോന്നതമായിട്ടുള്ള ആത്മീയ നേതാവ് അവരുടെ രാജ്യത്തിൻ്റെ ഭരണത്തലവനാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേലിൻ്റെ ആക്രമണം മൂലം. ഒരു രാജ്യത്തിൻ്റെ ഭരണത്തലവൻ എന്തോ ആയിക്കോട്ടെ, മറ്റൊരു രാജ്യം കടന്നാക്രമിച്ച് കൊല്ലപ്പെടുമ്പോൾ നമ്മുടെ
വിദേശ നയം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഇത്തരം അക്രമങ്ങളെ അപലപിക്കുക എന്നുള്ളതാണ്. ഒരക്ഷരം ഇന്ത്യ മിണ്ടിയില്ല, ഒരക്ഷരം ഇന്ത്യ മിണ്ടിയില്ല. പിന്നെ എപ്പോഴാണ് മിണ്ടാൻ ഇത്തിരി തുടങ്ങിയത്? നമ്മുടെ നാട്ടിലേക്ക് വരുന്ന എണ്ണയും ഹോർമസ് കടലിടുക്കിലൂടെയാണ് ഈ എണ്ണ വരേണ്ടത്. ഇറാൻ്റെ കൺട്രോളിലാണത്. ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം വന്നു, ക്ഷാമം വന്നു, വില കൂടി, കരിഞ്ചന്തയായി, നാട്ടിലെ ജനങ്ങൾ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഓർമ്മ വന്നത്. 5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി പോയിട്ട് ഒന്നുമില്ലെങ്കിൽ ഇറാൻ്റെ എംബസി ഓഫീസിൽ പോയിട്ട് ഒരു അനുശോചന സന്ദേശത്തിൽ ഒപ്പിടുന്നത്. നിങ്ങൾ ഇന്ത്യക്ക് ചിന്തിക്കാൻ പറ്റുമോ അത്? ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണത്തലവനെ മറ്റൊരു രാജ്യം കടന്നു കയറി ആക്രമിക്കുക, ബോംബെറിഞ്ഞ് കൊല്ലുക, അതിനെ അപലപിക്കാൻ പോലും നട്ടലില്ലാത്ത ഒരു പ്രധാനമന്ത്രിക്കാണ് 56 ഇഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. കാരണം ആപ്പിലായിരിക്കുകയാണ്. ഇസ്രയേലിനെതിരെ മിണ്ടാൻ പറ്റില്ല, അമേരിക്കക്കെതിരെ മിണ്ടാൻ പറ്റില്ല. ട്രംപ് പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ, ഞാൻ വിചാരിച്ചാൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ വിചാരിച്ചാൽ മതി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത് മോദിയും ട്രംപിലും തമ്മിൽ ബന്ധമാണ്. അതേപോലെ തന്നെയാണ് EDയുടെ കേസുണ്ട്, CBI ഉണ്ട്, ലാവ്ലിൻ കേസ് 42-ാമതാണ്. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നീട്ടിവെച്ച കേസ് ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ലാവ്ലിൻ കേസ്. CBI കേസ് നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൃത്യമാണ്. ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയെ കാണുന്നതിൽ തെറ്റൊന്നുമില്ല, ആഭ്യന്തരമന്ത്രിയെ കാണാം. ഉദ്യോഗസ്ഥന്മാരുമായിട്ടാണ് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അത് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലാണ്. നമ്മുടെ മുഖ്യമന്ത്രി അമിത്ഷായുടെ വീട്ടിൽ പോയി ചർച്ച നടത്തി. BJP-ക്കാരല്ലാത്ത ഏക മുഖ്യമന്ത്രി അമിത്ഷായുടെ വീട്ടിൽ പോയി ചർച്ച നടത്തിയ ഏക മുഖ്യമന്ത്രി എന്ന ബഹുമതി വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല, സാക്ഷാൽ പിണറായി വിജയന് അവകാശപ്പെട്ടതാണ് ആ ബഹുമതി. നമ്മൾ ചോദിച്ചു, എന്താ കാര്യം? കൂടെ ഉദ്യോഗസ്ഥന്മാരുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് ഈ രഹസ്യ ചർച്ച? ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും കൂടുന്നതിൽ കാണുന്ന ഒരു തെറ്റുമില്ല. ഈ രഹസ്യ ചർച്ച എന്തിനാണ്? നിർമ്മലാ സീതാരാമൻ വരുന്നു, കേരള ഹൗസിൽ ബ്രേക്ക്ഫാസ്റ്റ്, അവിടെ ഉദ്യോഗസ്ഥന്മാരിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രി കേരള ഹൗസിൽ വന്ന് മുഖ്യമന്ത്രിയോട് ചർച്ച നടത്തുന്നത്. മൂന്നാമതൊരു കൂടിക്കാഴ്ച കൊണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോവും. നാഗ്പൂരിൽ നിതിൻ ഗഡ്കരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതാണല്ലോ ദേശീയപാത നമ്മുടെ കൂരിയാടൊക്കെ പൊളിഞ്ഞ് തകർന്നപ്പോഴും ഒരക്ഷരം വേണ്ടിയോ അഴിമതിക്കെതിരെ കേരളത്തിലെ സർക്കാർ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. കേരളം മൊത്തം ദേശീയപാത തകർന്നപ്പോഴും ഞങ്ങൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അന്വേഷിച്ചു, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പറഞ്ഞു, ഇവർ പറഞ്ഞില്ല. ഇതൊന്നും വായിച്ചു നോക്കിയേ, കൂട്ടി വായിച്ചു നോക്കിയേ. അമിത്ഷായെ വീട്ടിൽ പോയി കാണുന്നു, നിർമ്മലാ സീതാരാമനെ വിളിച്ച് കേരള ഹൗസിൽ ഒറ്റയ്ക്ക് കാണുന്നു, ഉദ്യോഗസ്ഥന്മാരില്ലാതെ കാണുന്നു. കേന്ദ്ര ഏജൻസികൾ വലിയ പൊല്ലാപ്പിടക്കുന്നു പറഞ്ഞു. അതുകൊണ്ട് ഈ ബന്ധം ഗുണകരമായ ബന്ധമല്ല, ഇത് അവിശുദ്ധ ബന്ധമാണ്. BJP-ക്കൊരു രൂപകൽപ്പനയുണ്ട്, ഡിസൈനുണ്ട്. അത് നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, വിദ്വേഷം പരത്തുന്ന ഡിസൈനാണ്. വഖഫ് ബില്ലിൽ അവരതാ കൊണ്ടുവന്നത് ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള കടന്നാക്രമണമായിരുന്നു. ഒരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള കടന്നാക്രമണമായിരുന്നു. അന്ന് സംവിധാനം ഉണ്ടല്ലോ. അന്ന് നമ്മൾ പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇത് ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെയാണ്, നാളെ ഇത് ക്രൈസ്തവർക്കെതിരെ വരും. അതുപോലെ വന്നു FCRA ബില്ലിൻ്റെ അമെൻമെൻറ്റ് ബില്ല്. അതേപോലെ വന്നു FCRA ബില്ലിൻ്റെ അമെൻമെൻറ്റ് ബില്ല്. ക്രൈസ്തവ സ്ഥാപനങ്ങളെ അവർ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ലാണ്. ശബരിമലയ്ക്ക് നേരെയുള്ള ആക്രമണം അത് തന്നെയാണ്. അപ്പോൾ പൊതുവായിട്ട് പറഞ്ഞാൽ വിശ്വാസം, അതേത് വിശ്വാസമായാലും വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം നടക്കുന്നൊരു കാലമാണ്. BJP-ക്ക് അജണ്ടയുണ്ട്, തമ്മിലടിപ്പിക്കുക. അത് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും തമ്മിലടിപ്പിക്കുക. എങ്കിലേ 10 വോട്ട് കിട്ടൂ, അല്ലെങ്കിൽ നിലനിൽപ്പില്ല എന്ന് കാണുന്ന അവൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ കൂടെ കൂട്ടിക്കെട്ടാൻ, 4 സീറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഭരണം നിലനിർത്താൻ വേണ്ടി കൂട്ടിക്കെട്ടാൻ
പിണറായി വിജയൻ പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവിടെ അന്ന് കമ്മ്യൂണിസം മരിക്കുകയാണ്. അതിന് കാരണക്കാരനാകാൻ പിണറായി വിജയൻ മാറുകയാണ് കേരളത്തിൽ എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കിയിട്ടാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്മാർ പുറത്തു വന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീർണതയിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് കേരളം ഉണരും. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. ഈ പ്രാവശ്യം UDF വോട്ട് ചെയ്യുന്ന വെറും UDF-കാരായിരിക്കില്ല, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടെല്ലാം വരാൻ പോകുന്നത് നമ്മളെ പട്ടിയിലേക്കായിരിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. കാരണം ആ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അവർക്ക്. അതുകൊണ്ട് സ്നേഹിതരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പോരാട്ടം വളരെ ശക്തമായ പോരാട്ടമാണ്. നമുക്ക് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഉജ്ജ്വലമായ മാതൃകയാണ് തവനൂരിൽ ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് സന്തോഷമുണ്ട്. സത്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥിയേക്കാൾ ആവേശത്തിലാണ് ഇവിടെ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് എന്ന് കാണുന്നത്. എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ. അല്പം കുറവ് കോൺഗ്രസ്സുകാരാണല്ലേ ജോയി? അവരെയൊക്കെ വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്, കൃത്യമായിട്ട് നോക്കാൻ ആരൊക്കെയാണ് ഇത്തിരി കുഴപ്പമെന്നതൊക്കെ നോക്കാനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വെല്ലുവിളിയാണ്. ഇത് നമ്മൾ കാണിച്ചു കൊടുക്കണം. കേരളത്തിൻ്റെ യഥാർത്ഥ കേരള സ്റ്റോറി തമ്മിൽ കൂട്ടിപ്പിടിക്കുന്ന, ഒന്നിച്ചു ചേർക്കുന്ന, ഒത്തുചേരുന്ന കേരളത്തിൻ്റെ ഏറ്റവും മഹനീയമായ മാതൃകയാണ് തവനൂരിൽ നിന്നും ഉയരുന്നത് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഈ സുവർണാവസരത്തിലൂടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു സീറ്റും UDF-ൻ്റെ പെട്ടിയിലേക്കും ഒരു സീറ്റ് നൽകിക്കൊണ്ട് UDF-നെ വിജയിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. നന്ദി പറയുന്നതിന് മുമ്പേ നമ്മുടെ തൃത്താല കാൻഡിഡേറ്റ് ബലറാം, ഏറെ പ്രിയപ്പെട്ട തവനൂരിലെ എൻ്റെ സഹപ്രവർത്തകരെ, ഞാൻ തൊട്ടപ്പുറത്ത് തൃത്താലയിലാണ് മത്സരിക്കുന്നത്. എനിക്ക് വോട്ട് ചോദിക്കാനല്ല പക്ഷേ ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ ആദരണീയനായ നമ്മുടെ നേതാവ് KC സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനൊരു കടമുണ്ട്. ആ കടം മറ്റൊന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട VS ജോയിയെ ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരള നിയമസഭയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് UDF-ൻ്റെ മൊത്തം ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജോയിയുടെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ തവനൂര് പിടിക്കും, തൃത്താല പിടിക്കും, അതിലൂടെ നമ്മൾ കേരളം പിടിക്കും. കേരളത്തിൻ്റെ ജൈത്രയാത്ര അത് നമ്മൾ UDF-നൊപ്പമായിരിക്കും. അതിന് നിങ്ങളെല്ലാവർക്കും അഭിവാദനങ്ങൾ നേരുന്നു, വിജയാശംസകൾ നേരുന്നു. ജയ് UDF. ഓക്കെ, നാളെ 4:30 നമ്മുടെ ഷാഫി പറമ്പിലും നമ്മുടെ കാൻഡിഡേറ്റും സംയുക്തമായുള്ള റോഡ് ഷോ ഉണ്ട്.